ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജിത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു നക്ഷത്രമാണ്. അവർക്ക് നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും എല്ലാം നിങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ ഓരോ സിനിമയും കഴിഞ്ഞ 14 വർഷമായി നിങ്ങൾ വിജയിപ്പിച്ചിട്ടുമുണ്ട്. ഈ നക്ഷത്രം അവർക്കിഷ്ടപ്പെട്ട രീതിയിലാണ് സിനിമകൾ അഭിനയിക്കുന്നത്. ഈ നക്ഷത്രം ഓരോ സിനിമയിലും വ്യത്യസ്ത റോളുകളിലാണ് വരുന്നത്. പ്ലീസ് വെൽക്കം അമീർ ഖാൻ. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ പുഷ്പേഷ് പന്തിന്റെ അനുവാദം ആദ്യം നമുക്ക് ചോദിക്കാം. വിചാരണ തുടങ്ങാവുന്നതാണ്. ആപ്കി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം അദ്ദേഹം എല്ലാവരെക്കാളും വലിയൊരു ഇഡിയറ്റ് ആണ് എന്നുള്ളതാണ്. അമീർ, ജനങ്ങൾ താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർ ബഹുമാനം താങ്കൾക്ക് വളരെയധികം നൽകുന്നു. എന്നാലും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരും അതുപോലെ വിമർശിക്കുന്നവരും താങ്കളൊരു ഭ്രാന്തനാണെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. അദ്ദേഹം വളരെ വ്യത്യസ്തമായ ആളാണെന്ന് പറയാറുണ്ട്, മാഡെന്ന് പറയാറുണ്ട്. ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന വ്യക്തി. ചിലർ പറയുന്ന ഒരു നട്ട് ഊരിയിരിക്കുകയാണ്. അവരീ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. കാരണം എനിക്ക് കുറച്ച് പ്രാന്തുണ്ട് ശരിക്കും പറയണേ. അതായത് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ ഡിസിഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെയധികം ഇംപ്രാക്ടിക്കലായിരിക്കും. അതുകൊണ്ട് കാണുന്നവർക്ക് അതൊരു പ്രാന്തൻ്റെ തീരുമാനമായിട്ടേ തോന്നുള്ളൂ. എനിക്കത് ഇംപ്രാക്ടിക്കലാണെന്നൊക്കെ അറിയാം. ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതെ അവർ പറഞ്ഞത് ശരിയാണെന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ എൻ്റെ മനസ്സും പറയും ഇതൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാൻ നിൽക്കും. ഞങ്ങൾ രംഗദേ ബസന്തി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അപ്പോൾ രാകേഷ് മെഹ്റ എനിക്ക് ആ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് എപ്പോഴാണോ അദ്ദേഹം എൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞത്, അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ആ കഥ വല്ലാണ്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓർമ്മപ്പെടുത്തി. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. ഫോർത്ത് ഭഗത് സിംഗ് പിന്നെ ആസാദ്, ഈ 2 സിനിമ ഇപ്പോഴാണ് റിലീസായത്. പക്ഷെ അത് വലിയ രീതിക്ക് ഓടിയില്ല. പിന്നെ ഒരു 2 മാസത്തിൽ അദ്ദേഹം എനിക്ക് ഈ കഥ പറയുവാണ്. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് ആ സിനിമയെക്കുറിച്ച് തന്നെ ഡിസ്കഷൻ നടത്തുന്നത്. നമ്മളപ്പോൾ 5ാമത്തെ റീമേക്കാണോ ചെയ്യാൻ പോകുന്നത് ഭഗത് സിംഗ് ആൻഡ് ആസാദിനെ കുറിച്ച്? അത് വളരെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. എൻ്റെ മനസ്സ് ആ സിനിമ ചെയ്യാൻ പറഞ്ഞു പറയുക. ഈവനിങ് എൻ്റെ സിസ്റ്റർ എന്നെ ഫോൺ വിളിച്ചായിരുന്നു ന്യൂയോർക്കിൽ നിന്ന്. അപ്പം ഞാനിന്നൊരു പുതിയ സിനിമ സൈൻ ചെയ്തു എന്നുള്ള കാര്യവും പറഞ്ഞായിരുന്നു ഫാമിലിയിൽ. അതായത് വലിയ സെലിബ്രേഷൻ ആയിരിക്കും ഞാനൊരു പടമൊക്കെ സൈൻ ചെയ്യുമ്പോൾ. അൾട്ടിമേറ്റ്ലി ഞാൻ ആ സിനിമ സൈനും ചെയ്തു. കാരണം ഞാൻ വളരെ ചുരുക്കം സിനിമയെ ചെയ്യുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു എൻ്റെ അടുത്ത് ഏത് സിനിമയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് 5th റീമേക്ക് ഓഫ് ഭഗത് സിംഗ് ആൻഡ് ആസാദ്. പെട്ടെന്ന് സിസ്റ്റർ ചിരിക്കാൻ ആരംഭിച്ചിട്ട് ഷി വാസ് ലൈക്ക് ഡോണ്ട് ജോക്ക് വിത്ത് മീ. അപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് വളരെ ഇംപ്രാക്ടിക്കലായിട്ടുള്ളൊരു ഇതാണ്, ഡെസിഷൻ ആയിരിക്കും. അതുപോലെ ഞാൻ താരെ സമിൻ പർ ചെയ്തു. അതായത് ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ചൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ മാർക്കറ്റിലുള്ളവർ ചിന്തിച്ചത് എന്ത് സിനിമ ഇവനീ ചെയ്യുന്നത്, ഇത് ഓടുവോ ഓടില്ലയോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവോ. സോ ഇതുപോലെ കഴിഞ്ഞ 10 വർഷത്തിൽ എൻ്റെ ഡെസിഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ, എല്ലാ ഡെസിഷനും നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഇഡിയോട്ടിക് ആയിട്ടായിരിക്കും. താങ്കളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, താങ്കളുടെ കൂടെ പ്രവർത്തിച്ചവരെല്ലാം സൈൻ ചെയ്യാൻ തന്നെ പേടിക്കുകയാണെന്ന് കേട്ടു. താങ്കൾ താരെ സമീനെ പറ്റി പറഞ്ഞു, അതുപോലെ രംഗദേ ബസന്തിയെ പറ്റി പറഞ്ഞു. ഇതിൽ താങ്കൾ ഔട്ട് ആകുമെന്ന് കരുതി. വളരെ കറക്റ്റായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഇതുവരെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിന് ശേഷമായിരുന്നു ഞാൻ പുലിവാല പിടിച്ചത്. അതായത് ഞാൻ ഈ 3 ഇഡിയറ്റ്സ് ചെയ്യുന്ന സമയമായിരുന്നു അത്. ഒരു മനുഷ്യൻ സ്വയം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ഇഡിയറ്റ് എന്ന് വിളിച്ച് എങ്ങനെയിരിക്കും? നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സിനിമയിൽ ഞാൻ എൻ്റെ റിയൽ ഏജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 44. സിനിമയിലാണെങ്കിൽ എനിക്ക് 22. ഇതിനേക്കാൾ വലിയ ധൈര്യം വല്ലതും വേണോ? സോ ഒരു വലിയ സ്റ്റുപ്പിഡ് ഡിസിഷനാണ് എടുത്തേക്കുന്നത്. എന്താ നടക്കുന്നത് നിങ്ങൾ തന്നെ നോക്കിയിരുന്നു പറ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ താങ്കൾക്ക് 22 വയസ്സാണെന്നാണ് പറയുന്നത്. ഇല്ലല്ല, ഞാൻ എങ്ങോട്ട് ആക്ച്വലി ഞാൻ ഷൂട്ടിങ്ങിനുള്ള സമയത്ത് 3 ഇഡിയറ്റ്സിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഡയറ്റിൽ വളരെ സീരിയസ് ആയിരുന്നു. ഇപ്പോൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് ഞാൻ
കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്നു. ഇപ്പം നല്ലപോലെ കുടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. താങ്കൾ ധാരാളം കഴിക്കുകയും കുടിക്കുകയും ചെയ്തു ഗജനി സിനിമയ്ക്ക് വേണ്ടി. കുടിച്ച ആഹാരം കഴിച്ച് നന്നായിട്ട് അടിക്കുകയും ചെയ്തു. അതെ, അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ആക്ഷൻ ചെയ്യാൻ പോകുന്ന ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു. ഒരാൾ പോലും വിശ്വസിച്ചില്ല. എല്ലാവരും ചോദിച്ചത് നീ എങ്ങനെ ആക്ഷൻ ചെയ്യുമെന്നായിരുന്നു. 20 പേരെ നീ തല്ലിയ പബ്ലിക് എങ്ങനെ നിന്നെ അക്സെപ്റ്റ് ചെയ്യുക അതൊന്നും വിശ്വസിക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഞാൻ ബോഡി ബിൽഡ് ചെയ്യുവാന്നാണ് പറഞ്ഞേ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെക്കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാന്ന്. ഇതും ഒരു വലിയ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഡെസിഷനാണ്. സോ സിനിമയുടെ ഒരു റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്തു. എങ്ങനെയാണ് ചെയ്തത്? ആക്ച്വലി വെയ്റ്റ് ട്രെയിനിങ് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ. ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ ഞാനൊരു നല്ല ട്രെയിനറെ സെലക്ട് ചെയ്തു. അപ്പം ഞാനതൊക്കെ ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത അടുത്ത സെക്കൻഡ് എനിക്കത് റിയലൈസ് ആയി, ഞാൻ കൈവച്ചിട്ടുള്ളത് വളരെ കഷ്ടമായിട്ടുള്ളൊരു പണിയാണ്. കാരണം ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് കാര്യമല്ല. ഇറ്റ് ടേക്സ് 4-5 years ടു ഡെവലപ്പ് എ ബോഡി റെഗുലർ പ്രോപ്പർ ഫിസിക്. 4-5 വർഷം എടുക്കും. പക്ഷേ ഇപ്പോൾ ഷൂട്ടിങ്ങിന് അത്ര സമയവുമില്ല. ഞാൻ വളരെ ക്രേസി ആയിട്ടാണ് ആ കാര്യം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു ദിവസം 3-3.5 മണിക്കൂറോളം ഞാൻ വർക്കൗട്ട് ചെയ്യും. അത് വളരെ സ്ട്രെയിൻ ആയിട്ടുള്ളൊരു വർക്കൗട്ടായിരിക്കും. ആഴ്ചയിൽ 6 days ഞാൻ വർക്കൗട്ട് ചെയ്യും. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യം പഠിച്ചിരുന്നു. ഈ ബോഡി ബിൽഡിങ്ങിൽ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. പിന്നെ റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. 8 മണിക്കൂർ സ്ലീപ്പ് വളരെ അത്യാവശ്യമാണ് നമുക്ക് ആ ഫിസിക്ക് വേണമെങ്കിൽ. എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എത്രത്തോളം ചെയ്യും, എത്രത്തോളം അത് ബിൽഡ് ചെയ്തെടുക്കുമെന്ന്. എങ്ങനെയോ അത് ഫൈനലി ഒരു ദിവസം സംഭവിച്ചു. വളരെ നന്നായിട്ട് വന്നിരുന്നു, ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അതെ, ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. താങ്കൾ ഒന്നും മറക്കില്ലല്ലോ അല്ലേ? നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞേ പറ്റുള്ളൂ രജിത് സാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഈ മൈൻഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിതാണ്. കാരണം ഞാൻ ഈ ഗജനി സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ മെമ്മറി എന്ന് പറയുന്നത് അതിനു മുമ്പ് വളരെ കറക്റ്റായിരുന്നു, ഷാർപ്പായിരുന്നു. അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല. ഗജനി സിനിമ ചെയ്തതിന് ശേഷം എൻ്റെ മെമ്മറി വളരെ വീക്കായി. ചിലവരുടെ പേര് എനിക്ക് ഓർമ്മയിലുണ്ടാവില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇറങ്ങിയപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള കാര്യം സഹിതം ഞാൻ മറക്കും. ഞാൻ ആരെങ്കിലും പോയി ഫോൺ വിളിച്ചാൽ വേറെ ആരെങ്കിലും സംസാരിക്കുക, അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ വേറെ ആരെയോ വിളിച്ചേക്കുന്നതെന്ന്. സോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ പേരൊക്കെ ശരീരത്തിൽ എഴുതി വെച്ചില്ലേ? പിന്നെ ഫോൺ നമ്പർ ഇപ്പം അതാ സംഭവിക്കാൻ പോകുന്നത്. താങ്കൾ ഇതുപോലെയുള്ള സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, അതായത് ലഗോൺ ചെയ്തപ്പോൾ ആ സമയത്ത് വളരെ വ്യത്യസ്തമായ സിനിമകളെ ഓടാറുള്ളൂ, ഫാഷനബിൾ സിനിമയെ ഓടാറുള്ളൂ. കൂടുതൽ സിനിമകളും സ്വിറ്റ്സർലൻഡിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അതുപോലെ ഹീറോയിനും മോഡേൺ ആയിരിക്കും. ആ സമയത്ത് ലഗാൻ ചെയ്യാൻ താങ്കൾ തീരുമാനിച്ചു. അപ്പോ തീർച്ചയായിട്ടും ആരെങ്കിലും ചോദിച്ചു കാണില്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഐ തിങ്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, ഇവൻ എന്ത് ചെയ്യാൻ പോവാണ്, എന്തൊക്കെയായി കാണിക്കുന്നത്, നീ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്, ഇതൊന്നും ചെയ്യല്ലെന്നാണ് അവർ പറഞ്ഞത്. ജാവേദ് സാർ ലിറിക്സ് എൻ്റെ സിനിമയ്ക്ക് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കഥ കേട്ടിരുന്നു. ആശുതോഷ് കഥ പറയാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം കഥ കേട്ടിട്ട്, അമീർ ഞാൻ നിന്നെ പെട്ടെന്ന് കാണണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ കാര്യം പറയാനായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതുപോലെ മോശമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഞാൻ വളരെ വർഷങ്ങളായിട്ട് കേട്ടിട്ടില്ല. ഇന്ന് ഞാനത് കേട്ടു എന്നും പറഞ്ഞു. ഇത് വളരെ മോശമായ ഒരു സ്ക്രിപ്റ്റാണ്, ഇത് ഇപ്പോൾ തന്നെ ഫ്ലോപ്പ് ആവുമെന്ന് പറഞ്ഞു. സോ പ്ലീസ്, ഞാൻ നിങ്ങളുടെ ഒരു വെൽവിഷറാണ്, സോ ഈ സിനിമ ചെയ്യല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനുശേഷം വല്ലാണ്ട് പേടിച്ചു പോയി. കാരണം ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഉടനെ നിങ്ങളുടെ വീട്ടിലോട്ട് പെട്ടെന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി ഒരു 3-4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. എന്താ പറയാൻ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരു റൂളായിട്ട് അത് ഫോളോ ചെയ്യുള്ളൂ. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സ്പോർട്സിൻ്റെ സിനിമ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ റൂൾസ് ഉണ്ടോ ഈ സിനിമയിലുള്ള എല്ലാ റൂൾസും, മെയിൻ സ്ക്രീൻ സിനിമയിലുള്ള എല്ലാ റൂൾസും നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമ വളരെ ഡേഞ്ചറസ് സിനിമയാണെന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്, ജാവേദ് സാർ നിങ്ങൾ പറയുന്നത് ശരിയാണ്, തെറ്റല്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു നല്ല സിനിമയാണ്, ഇത് ചെയ്യണമെന്ന്. ഞാൻ ഇതെങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ.
ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ സിനിമയുടെ ലിറിക്സ് പോലും എഴുതാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് റിക്വസ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് സൂസൈഡ് ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ അതിനെ സഹായിക്കാമെന്നാണ്. പക്ഷെ ആ സിനിമ റിലീസിന് ശേഷം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ 15 വർഷങ്ങളിൽ താങ്കൾ 14 സിനിമകളാണ് എടുത്തത്. അതിൽ 13 പടം ഓടി. അതിലൊരു സിനിമയ്ക്ക് താങ്കൾ വളരെയധികം കഷ്ടപ്പെട്ടു. മീശയൊക്കെ വളർത്തി, മുടി നീട്ടി വളർത്തി. മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏതോ ഒരു സ്ഥലത്ത് നരേഷനിൽ നോക്കുവാണെങ്കിൽ കുറച്ച് മിസ്സായിരിക്കാം, കഥ കറക്റ്റ് ആയിരിക്കില്ല. പക്ഷെ ആ കഥ എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം ആ കഥ നമുക്ക് ഫ്രീഡത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഫ്രീഡത്തിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അതിൽ ഇന്ത്യയിലുള്ള മനുഷ്യരെല്ലാവരും വളരെ വീര്യം കൂടിയവരായിരിക്കും. ഇപ്പം നിങ്ങൾ ഫ്രീഡമിൽ നോക്കുമായിരുന്നെങ്കിൽ ബ്രിട്ടീഷിൽ വെള്ളക്കാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നവർ, അവരെ ഇവിടുന്ന് നമ്മൾ ആക്രമിച്ച് അയക്കാനാണ് നോക്കിയത്. ആ സിനിമയിൽ അത് ഉണ്ടാവില്ല. കാരണം ഹിസ്റ്റോറിക്കലി മംഗൾ പാണ്ഡെ വാസ് ഹാങ്ഡ്. അത് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. കാരണം ഓഡിയൻസ് എല്ലാവർക്കും അതിൽ ഡിസപ്പോയിൻമെൻ്റ് ആവും, ചിലപ്പോൾ ഓഡിയൻസിൻ്റെ മനസ്സിലും. ഒരുപക്ഷെ നിങ്ങൾ ആ സിനിമ കണ്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറയൂ. അല്ല, നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതെൻ്റെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിലും ഓടാത്ത ഒരു സിനിമ. ആ സിനിമ എന്തോ ഒരു ലെവലിലാണ് ബിസിനസ് ആയെന്ന് വെച്ചാൽ എൻ്റെ നന്നായിട്ട് ഓടിയ സിനിമകളെക്കാൾ ഇത് 2-3% കൂടുതലായിരുന്നു. എൻ്റെ ഓടാത്ത സിനിമ ഇത്രയും ബിസിനസ് എനിക്ക് തന്നത് വളരെ സന്തോഷമാണ്. ഞാൻ യഥാർത്ഥത്തിൽ താങ്കൾ തോറ്റുപോയതിനെ കുറിച്ചല്ല, താങ്കളുടെ ആ ഭ്രാന്തിനെ കുറിച്ചാണ്. ആക്ച്വലി ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. അതെ, ഞാനൊരു ബെറ്റ് വെച്ചിരുന്നു പറയൂ. പല വർഷങ്ങൾക്ക് മുൻപ്. അപ്പൊ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാ, ഒരു പെണ്ണിന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി താങ്കൾ ശരീരം മുഴുവനും വാക്സിൻ ചെയ്തെന്നാണ്. ശരിയാണ്. അതെ അതെ, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. മംഗൾ പാണ്ഡെയിൽ നോക്കുകയാണെങ്കിൽ മീശയും വലിയ മുടിയൊക്കെ ഞാൻ വളർത്തിയതായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഗുലാം എന്നുള്ളൊരു സിനിമ. ആ സിനിമയിൽ താങ്കൾ ഓടുന്ന ട്രെയിനിന്റെ മുന്നിൽ ചാടി അവസാനം രക്ഷപ്പെടുന്ന സീനാണ്. അതെ, അത് ശരിക്കും എൻ്റെ ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു. അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കാൻ പാടില്ല. ഇതുപോലെ എത്രയോ ചെയ്തിട്ടുണ്ട്. രാജാ ഹിന്ദുസ്ഥാനിൽ താങ്കൾ വോഡ്ക കുടിക്കുന്ന ഒരു സീനുണ്ട്. ജനറലായിട്ട് താങ്കൾ മദ്യപിക്കാറില്ല, എന്നാലും കുടിച്ചു. അതെ, ആ സീൻ ഉണ്ടായിരുന്നു. അതായത് കുടിച്ചിട്ട് വന്ന ആ രാജ എന്ന് പറയുന്ന ക്യാരക്ടർ എമോഷണൽ ആയേക്കും. കുടിച്ചിട്ട് വന്നിട്ട് അവൻ പാർട്ടിയിൽ എല്ലാവരുടെ മുന്നേ. അതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. സോ കുടിക്കാണ്ട് എങ്ങനെയാ ഈ സീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഒരു മോശപ്പെട്ട ഷോട്ട് കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഒരുപക്ഷെ ഒരു മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കുടിക്കാത്തവനായിരുന്നു ഞാൻ, ആ സീൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഡയറക്ടറെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ കുടിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് പൂസ് ഓട്ടോമാറ്റിക്കലി തലയ്ക്ക് കയറുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, ആക്ട് ചെയ്യണ്ടല്ലോ. സോ പരിപാടിയെല്ലാം എളുപ്പമായിരിക്കുമല്ലോ. സോ അദ്ദേഹത്തിനൊരു പേടി, അറിയാണ്ട് നിങ്ങളെങ്ങനെ കുടിച്ചിട്ട് പാമ്പായി അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയാലോ സെറ്റിലെന്ന്. ഒരുപക്ഷെ പാമ്പായി പോയാൽ ആരെ വെച്ച് ഷൂട്ടിംഗ് എടുക്കുമെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ശരി, കുടിച്ചിട്ട് എന്താ ചെയ്യുമെന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഒരു ഫുൾ ബോട്ടിൽ ഇതാ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുള്ളും ഞാൻ കുടിച്ചു തീർത്ത്. ആ ദിവസം മുഴുവനും ഷൂട്ടിംഗ് സംഭവിച്ചു. ഷൂട്ടിംഗ് ഏകദേശം ഒരു 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എവറി ഹാഫ് ആൻ അവർ പോയി ആ പയ്യൻ ആ ഗ്ലാസ് എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നവരും. പിന്നെ ആദ്യം 2 ഗ്ലാസ്സിന് ശേഷം ഞാൻ കുടിക്കുന്ന സമയത്ത് എനിക്ക് ഛർദ്ദിക്കാൻ വരും. കാരണം എനിക്ക് ആ ശീലമില്ല. ഐ നെവർ യൂസ്ഡ് ഇറ്റ്. അതിൻ്റെ ടേസ്റ്റ് ഒരുമാതിരി പുളിയായിരിക്കും. എൻ്റെ ബോഡി അതിന് അങ്ങോട്ട് അഡാപ്റ്റ് ആയില്ലായിരുന്നു. സെറ്റായി കാണുമല്ലോ അല്ലേ? ഇല്ല, അതത്ര സെറ്റായില്ല. അതിനുശേഷം താങ്കൾ ആരംഭിച്ചില്ലേ? ഇല്ല, ഞാൻ അതുകൂട്ട് കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും കുറച്ച് ദൂരെ ആയിരിക്കും. ഞാൻ അത്ര കോൺസെൻട്രേറ്റഡ്. താങ്കൾ ഇത്രത്തോളം ഭ്രാന്തായ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അതെ. ഇതിൽ ഏറ്റവും വലിയ ഭ്രാന്തെന്ന് ചോദിച്ചാൽ താങ്കൾ ഏതായിരിക്കും പറയുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഗജനിയോ? അതെയോ? അൺബിലീവബിൾ ആണെന്നോ? പക്ഷെ അതിൽ ഭ്രാന്തായിട്ട് എന്താ കാണിച്ചു കൂട്ടിയ? ഇല്ല, ഒരുപക്ഷെ താങ്കൾ ശരിക്കുള്ള ക്യാരക്ടർ വന്നില്ലെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഐ തിങ്ക് എൻ്റെ എല്ലാ ഡെസിഷൻസും എല്ലാ സിനിമയിലും വളരെ വ്യത്യസ്തമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ സന്തോഷമുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭ്രാന്ത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നതനുസരിച്ച് അത് താരേ ജമീൻ പർ.
കാരണം ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാൻ ആ കഥ കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞുപോയി. അതിനുശേഷം എനിക്കകത്ത് തന്നെ ഞാൻ ആ ഫീലിങ്സ് അങ്ങോട്ട് ഒരുപാട് ഷെയർ ചെയ്യാനായിട്ട് നോക്കി. എൻ്റെ ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടി ഞാനത് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന്. അതിൽ ഹീറോയിൻ ഇല്ല. അതൊരു കുഞ്ഞിൻ്റെ കഥയാണ്. ചൈൽഡ് ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ചൊരു സിനിമയാണ്. ഒരുപാട് പേര് ചോദിച്ചു എന്താ ഡോക്യുമെൻ്ററി ചെയ്യുക, അല്ല ഞാൻ സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിസ്ലെക്സിയെക്കുറിച്ചുള്ള സിനിമയെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ എന്താണെന്ന് അവർ ചോദിച്ചത്. ആക്ച്വലി ഇതൊരു വളരെ കഷ്ടമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഓഡിയൻസ് വന്ന് ആ എടുത്ത വിധമുണ്ടല്ലോ, അത് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഒരു വകയിൽ ഈ സിനിമ മൂലം തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉണർന്നിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളെ വളരെ ഡിഫറെൻറ്റ് വിഷനിലാണ് കണ്ടത്. ഞാൻ എൻ്റെ പിള്ളേരെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് കണ്ടേ. എന്നെ സംബന്ധിച്ച് ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ മുഴുവൻ ഓഡിയൻസിനും അതൊരു ഇമ്പോർട്ടൻറ്റ് സിനിമയാണ്. ആ സിനിമ മൂലം ഈ സൊസൈറ്റിയിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിള്ളേരുടെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. അത് ആക്ച്വലി എനിക്ക് വളരെ സന്തോഷമാണ്. ഒരുത്തരുടെ ജീവിതം തന്നെ മാറുന്ന ആ സമയമൊക്കെ. ഇതുപോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വളരെയധികം സന്തോഷമാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ ഭ്രാന്തിൻ്റെ ലിസ്റ്റിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. താങ്കൾ നല്ല സിനിമ എടുത്തു, അത് നന്നായിട്ട് റീച്ച് ആകുകയും ചെയ്തു. തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഈ സിനിമ എടുത്തത് കാരണം താങ്കളുടെ മേലുള്ള ഭ്രാന്തൻ എന്നുള്ള പേര് ഞാൻ തിരിച്ചെടുക്കുകയാണ്. അത് നിങ്ങളുടെ കരിയറിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ചാർജ് റിട്ടേൺ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വർഷത്തിനുള്ളിൽ ഇങ്ങനൊരു സന്ദർഭം വന്നിട്ടേയില്ല, ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം തിരിച്ചെടുക്കുന്നത് പോലെ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം തിരിച്ചെടുക്കാൻ സാധിക്കാത്ത പോലെയുള്ള ഒരു കുറ്റാരോപണം ഇദ്ദേഹത്തിന് മേൽ ചുമത്താം. താങ്കൾ താങ്കളുടെ ബ്ലോഗിൽ എന്തായി എഴുതിയിരുന്നെന്ന് ഞാനിപ്പോ ഇവിടെ വായിക്കാം. വേണ്ട പഠിക്കണ്ട. ഞാനൊരു മരത്തിന്റെ അടിയിൽ എന്റെ അമ്മയോടും മകളോടും ഒപ്പം കളിക്കുകയായിരുന്നു. ഷാറൂഖ് എന്റെ കാലിൽ നക്കി. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമീർ ഖാന്റെ മേൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു ബുദ്ധിമാനാണ് എന്നുള്ളതാണ്. അമീർ, നമ്മൾ ഇതുവരെ താങ്കളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, നല്ല സിനിമകളെക്കുറിച്ച് സംസാരിച്ചു. ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആളെ കാണാനാ ഇങ്ങനെ, പക്ഷെ കയ്യിലിരിപ്പ് വേറെയാ. അതായത് സാർ, നിങ്ങൾ എന്നെ പറയുന്നത് ഇടയ്ക്കൊരു ഭ്രാന്തൻ എന്നുമാണ്, പിന്നെ ഇപ്പൊ പറയുന്നത് ബുദ്ധിയുള്ളവനെന്നും. താങ്കൾക്ക് ഞാൻ എക്സാമ്പിൾ തരാം. തരൂ. ഈ ഇടയ്ക്ക് റേറ്റ് സിനിമ റിലീസായി. അതില് സെയ്ഫ് ഉണ്ടായിരുന്നു, കരീന ഉണ്ടായിരുന്നു. താങ്കൾ ആ സിനിമയുടെ പ്രീമിയർ ഷോയ്ക്ക് പോയിരുന്നു. അപ്പോൾ ആദ്യമായി ജനങ്ങൾക്ക് താങ്കളുടെ ഗജനി ലുക്ക് മനസ്സിലാക്കാൻ ഒരു സന്ദർഭം കിട്ടി. അപ്പോൾ ആ സിനിമയുടെ പബ്ലിസിറ്റി അങ്ങനെ തന്നെ നിന്നിട്ട് എല്ലാ ശ്രദ്ധയും താങ്കളുടെ മേലായി പോയി. അതെയോ? അതായത് ഗജനി സിനിമയിൽ എനിക്ക് 2 ലുക്കുണ്ട്. ഒരു ലുക്ക് നോർമൽ ലുക്കാണ്, മറ്റേ സഞ്ജയ് സിംഗാനിയുടെ. പിന്നെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവും. അതിനുശേഷം ടോട്ടലി ലുക്കിലൊരു ഫുൾ ചേഞ്ചസ് ആയിരിക്കും. തലയിൽ ഒരുപാട് മാർക്സ് ഉണ്ടാവും. സോ പകുതി സിനിമയുടെ ഷൂട്ടിങ്ങും തീർന്നു. മുടി ഉണ്ടായിരുന്ന ക്യാരക്ടർ തീർന്നു. അപ്പോൾ ഇനി മുടി ഷേവ് ചെയ്യണം. ആ സമയത്ത് എനിക്ക് രമേഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രമേഷ് തുറാണി എന്ന് പറഞ്ഞ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് വട്ടം അവിടെ പാർട്ടിക്ക് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോലും എന്നെ കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. അതിന് ഒരു ദിവസം മുമ്പായിരുന്നു എനിക്ക് മൊട്ടയടിച്ചതൊക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാനാ? സോ ഇതുകൊണ്ട് പ്രത്യേക സ്ട്രാറ്റജി ഒന്നുമില്ല. ഉറപ്പായിട്ട് സ്ട്രാറ്റജി അല്ല. ഷാരൂഖ് ഖാന്റെ സിനിമ റബ്നെ ബനാദി ജോഡി വളരെ ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അതിൽ തന്റെ ക്യാരക്ടർ മാറ്റിയിട്ടുണ്ട്. ജനങ്ങൾ ആ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ ഓരോ തിയേറ്ററിന്റെ വാതിക്കലും അമീർ ഖാന്റെ മൊട്ടയടിച്ച ഒരു കട്ടൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും അതാണ് കണ്ടുകൊണ്ട് നിന്നത്. ശരിയല്ലേ? ജനങ്ങൾ റബ്നെ ബനാദി ജോഡി മറന്നു, എല്ലാവരും ഗജനി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഗജനിയിൽ എനിക്കൊരു പെർട്ടിക്കുലർ ലുക്ക് ഉണ്ടായിരുന്നു. ആ ലുക്ക് എല്ലാ സിനിമയിലും ഉപയോഗിക്കാൻ പറ്റില്ല, ആ സിനിമയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യയിൽ എത്രയൊക്കെ മൾട്ടിപ്ലെക്സ് ഉണ്ടോ അവരുടെ ഒപ്പം നമുക്ക് ഒരു ഡീലിംഗ് നടത്താം.
അവർക്കുള്ള അർഷസ് ആവട്ടെ, സ്റ്റാഫ് ആവട്ടെ, ക്യാൻറ്റീൻ ആവട്ടെ, ഏകദേശം ഒരു 40-50 പേരോളം ഉണ്ടാവും അവിടെ. ചിലപ്പോൾ അതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അവരെ ഗജനിയുടെ ലുക്കിൽ മാറ്റി ഹെയറൊക്കെ ഷേവ് ചെയ്ത് 2-3 വെട്ടൊക്കെ തലയിൽ ഇട്ടുകൊടുത്ത്, സോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു പോസ്റ്റർ പോലെയാവും. സോ ഞങ്ങളുടെ ടൈലർ അങ്ങോട്ട് മൾട്ടിപ്ലക്സിലെ സ്റ്റാഫിനൊക്കെ ടൈലറായി അവർ. അതൊരു നോവൽ കോൺസെപ്റ്റാണ്, എവിടെ നോക്കിയാലും ഫുൾ ഗജനീസ് ആയിരിക്കണമെന്ന്. ഇതൊരു സൂപ്പർ ഐഡിയ ആയിരുന്നു. ഇത് ഫുള്ള് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ആലോചിച്ചതായിരുന്നു. അങ്ങനെ നോക്കിയാൽ ഈ സിനിമയുടെ റിലീസിന് മുമ്പ് ഞങ്ങളിത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സിനിമ റിലീസാവുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഷാറൂഖിൻ്റെ സിനിമ. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഷാറൂഖിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടിയേ ചെയ്തു. ഷാറൂഖ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ഇത്രത്തോളം വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് അതുകൊണ്ട് എന്നെ പരമാവധി അമീർ ഖാൻ പ്രയോജനപ്പെടുത്തിയെന്ന്. എന്റെ സിനിമ റിലീസായ സമയത്ത് അമീർ ഖാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തു. അതെ, ഷാറൂഖ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച നല്ല കാര്യമല്ലേ? ഇന്ന് താങ്കൾ പറയുന്നു അദ്ദേഹം ഹെൽപ്പ് ചെയ്തത് നല്ല കാര്യമാണെന്ന്. പക്ഷേ താങ്കൾ താങ്കളുടെ ബ്ലോഗിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് ഞാനിപ്പോൾ വായിച്ചു പറയാം. വേണ്ട പഠിക്കണ്ട. ഇദ്ദേഹം തന്റെ ബ്ലോഗിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് ഇപ്പം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വായിക്കാൻ പോവുകയാണ്. ഞാനൊരു മരത്തിന്റെ അടിയിൽ എൻ്റെ അമ്മയോടും മകളോടും ഒപ്പം കളിക്കുകയായിരുന്നു. ഷാരൂഖ് എൻ്റെ കാല് നക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷാരൂഖിന് ബിസ്ക്കറ്റും നൽകി. ഇതിനേക്കാൾ മറ്റെന്താണ് എനിക്ക് വേണ്ടത്? ദൈവമേ, ഞാൻ എന്ത് പറയാനാ രജിത് സർ? സത്യം പറയണമെങ്കിൽ ഇതൊരു കോമഡിക്ക് വേണ്ടിയായിരുന്നു. ആൻഡ് ഷാറൂഖിനെ എൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും, അതായത് ഷാറൂഖിനെ ഫിലിം ഫെയർ നൈറ്റിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോസിൽ, ഇല്ലെങ്കിൽ അവാർഡ് ഷോയിൽ, എല്ലായിടത്തും അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. എനിക്കതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ കളിയാക്കാണ്ട് ആരെന്നെ കളിയാക്കാൻ പോകുന്നു പറഞ്ഞേ? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും കിരണും പഞ്ച്കേനിയിൽ വീട് മേടിച്ചായിരുന്നു. ആ വീട്ടിൽ കെയർ ടേക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുവാണ്. ആനന്ദി ബാബൻ ബാപ്പു അവരവിടെ ആഗ്രഹിച്ചിരുന്നു. അതായത് ഞങ്ങളവിടെ ഓണറായിട്ട് പോയാലും അവർക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള പെർമിഷൻ വേണമെന്ന്. ഞാനതിന് സമ്മതിച്ചു. അവർക്കൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയുടെ പേര് ഷാരൂഖ്. ഞാൻ എന്ത് ചെയ്യാനാ? പല സിനിമകളിൽ വില്ലന്മാരിങ്ങനെ പറയാറുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നിന്റെ പേരിൽ ഞാൻ പട്ടിയെ വളർത്തുന്നു. സോ ഞാൻ ആ വീട് വാങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ആ വീടിൻ്റെ ഒപ്പം മേടിച്ചപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. എനിക്ക് ഒട്ടും ഐഡിയ ഇല്ല. ഞാൻ ആ പട്ടിയെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ പട്ടി നല്ല ഹാൻസം ആയിരുന്നു, നല്ല രസമായിരുന്നു അവൻ. അതെ, ഞാൻ ചുമ്മാ കോമഡി ഉണ്ടാക്കുമെന്ന് വിചാരിക്കണേ, സത്യം പറഞ്ഞു. ഞാൻ ആ പട്ടിയുടെ പേര് ചോദിച്ചു. ആനന്ദിബായിയുടെ അടുത്ത് ഞാൻ ആ പട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷാരൂഖ്. കിരൺ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. കിരൺ ചോദിച്ചു, എന്താ ഈ പട്ടിക്ക് വളരെ വ്യത്യസ്തമായ പേര് വെച്ചേക്കുന്നത് ഷാരൂഖ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ബംഗ്ലാവിൽ കുറച്ച് വർഷത്തിന് മുമ്പ് ഒരു ആഡിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഷാരൂഖ് ഖാൻ സാർ വന്നിരുന്നു. അപ്പോൾ ഈ ബംഗ്ലാവിൽ ആഡിൻ്റെ ഷൂട്ട് നടക്കുമായിരുന്നു. അന്നായിരുന്നു ഞങ്ങൾ ഈ പട്ടിക്കുഞ്ഞിനെ ബംഗ്ലാവിലോട്ട് എടുത്തോണ്ട് വന്നിരുന്നെന്ന്. ഞങ്ങൾ ഷാറൂഖ് ഖാൻ്റെ വലിയ ഫാൻ ആയതുകൊണ്ട് ഇവന് ഷാറൂഖ് ഖാൻ എന്ന് പേരിട്ടെന്നും പറഞ്ഞു. അവർ ഷാറൂഖ് ഖാൻ്റെ വലിയ ഫാൻ ആയതുകൊണ്ട് പട്ടിക്ക് ഷാറൂഖ് എന്ന് പേരിട്ടു. അപ്പോൾ ഷാറൂഖ് ഖാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ വന്നു ആ ആഡ് ഫിലിമിൻ്റെ ഷൂട്ടിന് വേണ്ടി. അപ്പോൾ കിരൺ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞത് ആമരുത് നല്ലതല്ല, നമ്മൾ ഷാറൂഖ് എന്ന് വിളിക്കേണ്ട സാക്കി എന്ന് വിളിക്കാം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനും കിരണും അതിന് ഷാക്കി എന്നാണ് വിളിക്കുന്നത്, ഷാറൂഖ് എന്നല്ല. പക്ഷേ ആ ബ്ലാക്കിൻ്റെ കാര്യത്തിൽ ഞാനൊരു ദിവസം ഗാർഡനിൽ അമ്മയുടെ ഒപ്പം ഇരിക്കുമായിരുന്നു. എൻ്റെ മോള് സുനീത്തും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അമ്മയുടെ അടുത്ത് ഞാൻ ഷാറൂഖിനെ കുറിച്ച് എഴുതാൻ പോവാന്ന്. അതവൻ പഠിച്ചാൽ അവൻ അതിനെ കണ്ട് ചിരിക്കും, അവൻ അത് രസിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവൻ അത്രയ്ക്കും എന്നെ കളിയാക്കുന്നവനാ. അമീർ ഇതുവരെ എന്നെ കളിയാക്കിയിട്ടില്ലെന്ന് അവൻ ചിലപ്പോൾ വിചാരിച്ചു കാണും. അത് നല്ലതല്ലല്ലോ. അതായത് ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ കോമഡി ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിൽ ഷാറൂഖ് ഖാനിന് നല്ല റെസ്പെക്റ്റ് ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. എപ്പോഴും റിഗാർഡുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അതെപ്പോഴും ഉണ്ടാവും ജീവിതത്തിൽ, ഒരിക്കലും പോകത്തില്ല. താങ്കൾക്ക് അത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും പബ്ലിക്കായിട്ടല്ലേ എല്ലാം പറയുന്നത്. ഷാറൂഖ് ഖാൻ നമ്പർ 2 ആണ്, താനാണ് നമ്പർ 1 എന്ന്. അല്ലല്ല, അവനെ നമ്പർ 2 എന്ന് പറയാൻ ഞാൻ ആരാണ്? ആക്ച്വലി ഞാൻ ഈ നമ്പറിംഗ് ഒന്നും ചെയ്യത്തില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫേവറേറ്റ് സ്റ്റാർ ദിലീപ് കുമാർ സാർ, അദ്ദേഹവും നമ്പർ 1 ബച്ചൻ സാർ,
പിന്നെ നർഗീസ് സാറുണ്ട്. ഇവരുടെ എല്ലാവരും വലിയ ഫാനാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് അവരാണ് നമ്പർ 1. എനിക്ക് ലത നമ്പർ 1 ആണ്. എന്നെ സംബന്ധിച്ച് നമ്പർ 1 ആണ്. പക്ഷേ ഞാൻ ഇതിലെന്താ ഇങ്ങനത്തെ എഴുതിയിരിക്കുന്നത് നമ്പറുകൾ വെച്ചാൽ ഉണ്ടാവത്തില്ല. മൊത്തത്തിൽ ഞാൻ ഈ നമ്പർ 2 ഒന്നും നോക്കത്തില്ല. എന്റെ അടുത്തൊരു വലിയ റിസർച്ച് തന്നെയുണ്ട്. താങ്കൾ ഷാരൂഖിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ഷാരൂഖ് താങ്കളെ കുറിച്ച് എന്താണ് പറഞ്ഞത്. കുറെ മാസങ്ങളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമ ഒരുമിച്ച് റിലീസായപ്പോൾ, റബ്നെ ബനാദി ജോഡി പിന്നെ ഗജ്നി റിലീസായപ്പോൾ റിലീസ് ഡേറ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ സമയത്തിൽ മീഡിയയിൽ ഷാരൂഖ് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്നു, ഞാനും ആ സമയത്ത് കൊടുക്കുമായിരുന്നു. എനിക്കറിഞ്ഞ നിങ്ങൾ ആ കാര്യത്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്. ശരിയാണ്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് സ്കിൽ വളരെയധികം കുറവാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഷാറുഖ് ഖാനെ ഒരു കമന്റും പറഞ്ഞിട്ടില്ല, കമന്റ് ചെയ്തില്ല. പക്ഷേ ഷാറുഖ് എന്നെക്കുറിച്ച് ഒരുപാട് വട്ടം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് ഉത്തരം പറയില്ല. അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ സിനിമ അവൻ്റെ സിനിമ ഒരുമിച്ച് റിലീസാവുമ്പോൾ മീഡിയ അവൻ്റെ അടുത്തും ചോദ്യം ചോദിച്ചു, എൻ്റെ അടുത്തും ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപാട് വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും അതാണ് പറഞ്ഞത് അവൻ. അതുകൊണ്ട് അതിന് ഉത്തരം കൊടുക്കണമെന്ന് ഓർത്തു, അതുകൊണ്ടാണ് ചെയ്തത്. ഞാൻ ഉത്തരം പറഞ്ഞതാ. വളരെ നല്ല ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ഷാറുഖ് ഖാൻ നമ്പർ 2 എന്ന് പറഞ്ഞില്ലേ? താങ്കൾ അദ്ദേഹം നമ്പർ 1 അല്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ അങ്ങനെയും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ നമ്പർ 1 ഇതുവരെ അദ്ദേഹം തന്നെ നമ്പർ 1 അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മക്കൾ താങ്കളുടെ വലിയ ഫാനായിരുന്നു. പക്ഷേ എപ്പോൾ താങ്കൾ ആ പട്ടിക്കവിത എഴുതിയോ അപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ദേഷ്യം വന്നു. അതെ, ഞാൻ ആക്ച്വലി ഷാറുഖിന്റെ മേലെ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അടിപൊളി ഫാമിലി മാനാണ്. പണിയില്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും ഫാമിലിയോടൊപ്പം ആയിരിക്കും മാക്സിമം. ഹിസ് വൈഫ്, ഹിസ് സിസ്റ്റർ, ഹിസ് ഫാമിലി, ഹിസ് മദർ എല്ലാവരെയും ഞാൻ നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം അവൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് അൺകണ്ടീഷണൽ അപ്പോളജീസ് പറയുവാണ് ഷാറുഖിനും ഫാമിലിക്കും. കാരണം ഞാൻ ആരുടെയും മനസ്സ് കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ താങ്കൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ താങ്കളെ തിരിച്ചു വന്ന സമയത്ത് താങ്കളുടെ ബോഡി ചെക്ക് ചെയ്തോന്ന് ചോദിച്ചിരുന്നു. എന്നെ ആര് ചെക്ക് ചെയ്യാനാ, ഞാനൊരു ഇഡിയറ്റ് അല്ലെന്ന് താങ്കൾ ഉത്തരവും പറഞ്ഞു. അതിനോടൊപ്പം താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, അതായത് മീഡിയ എപ്പോഴും ഞങ്ങളെ പിടിച്ചേക്കുമല്ലോ. ഞങ്ങൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ അതിനും പിടിച്ചു വെച്ചേക്കും ഞങ്ങൾ. ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളവർ സെർച്ച് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോ കമൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ എന്താ പറയണ്ടേ? ഇല്ല, സെർച്ച് നടന്നില്ല. എന്തുകൊണ്ടാണ് നടന്നില്ല? എന്തിനാണ് നടക്കുന്നത്? 8 മണിക്കൂർ ഞാൻ ഫ്ലൈറ്റിൽ വന്നിട്ട് സെർച്ച് നടന്നില്ല എന്നാണോ അവർ ചോദിക്കേണ്ടത്? എന്തുകൊണ്ട് സംഭവിച്ചില്ലെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത്? നാവിലൊരു ഉത്തരം വന്നത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഞാനൊരു ഇഡിയറ്റ്, അതുകൊണ്ട് അവരെന്നെ സെർച്ച് ചെയ്യാണ്ട് വിട്ടേന്നുള്ളത് പറഞ്ഞു. അപ്പോ ഷാരൂഖ് വളരെ ഇന്റലിജന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സെർച്ച് ചെയ്തെന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞതേയില്ല. ഇല്ലല്ല, ഇത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ്. ഈ കാര്യം സത്യമാണോ? ഇതിനു മുൻപ് താങ്കൾ വെറുതെ കോമഡി ഒന്നും പറയില്ല, ഒന്നിലും റിയാക്ട് ചെയ്യില്ല. പക്ഷേ ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷം താങ്കൾ ഷാരൂഖിനോട് മാത്രം നിർത്തിയില്ല. ആരെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞേ? സൽമാൻ ഖാനെ കുറിച്ച് താങ്കൾ എന്താണ് പറഞ്ഞത്? ഞാൻ സൽമാനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ കസിന്റെ സിനിമ റിലീസായ സമയത്ത് അതിൽ താങ്കളാണ് മെയിൻ പിന്നിലുണ്ടായിരുന്നു. അതിൽ പാട്ട് എഴുതുന്ന സമയത്ത് ആ പാട്ട് മസ്കുലർ, വെരി മസ്കുലർ, പോപ്പുലർ, വെരി പോപ്പുലർ. ഇത് സൽമാൻ ഖാനെ പറ്റി. അതിനുശേഷം താങ്കൾ എഴുതിപ്പിച്ചിരിക്കുകയാണ്, പപ്പു ദിഖ്നെ മേ അംഗ്രേസ് ഹൈ, പപ്പു की गाड़ी तेज है, पप्पू कुड़ियों में क्रेज है, പിന്നീട് എഴുതിയിരിക്കുന്നു बट पप्पू कांट डांस आला. നോക്കൂ, ആ സിനിമ എൻ്റെ സിനിമയാണ്. അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തതും. ആ സിനിമയിൽ ഈ പാട്ടും കൂടെ ഉണ്ട്. പക്ഷെ അത് സൽമാനെ കുറിച്ചിട്ടുള്ളതല്ല. ഞാൻ ആ കാര്യം ഞാൻ അറിഞ്ഞത് ഈ പാട്ട് എഴുതിയത് താങ്കളാണെന്നാണ്. അതും അദ്ദേഹത്തിന് വേണ്ടി എഴുതിയതാണെന്ന്. അല്ലല്ല, അത് എഴുതിയത് അബ്ബാസാ. അതായത് ഞാൻ ഇത് വളരെ തെറ്റെന്നേ പറയുന്നുള്ളൂ. കാരണം സൽമാൻ നല്ലപോലെ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്.
അല്ല, ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? നിങ്ങൾ സൽമാനെ കുറിച്ച് എല്ലാ കാര്യവും പഠിച്ചിട്ടുണ്ട്. അതായത് പെണ്ണുങ്ങളൊക്കെ സൽമാന്റെ മേലെ ക്രേസ് ആയിട്ട് സത്യമല്ലേ? എല്ലാ കാര്യവും ശരിയാണ്. സൽമാൻ ഒരു ഫോറിനറെ പോലെ ഇരിക്കുന്നതും വളരെ സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്നതും. പക്ഷെ ഡാൻസ് നന്നായിട്ട് ചെയ്യും സൽമാൻ. പപ്പുന് സൽമാൻ ആവാൻ ചാൻസ് ഇല്ലല്ലോ. ഇപ്പോ 3 ഇഡിയറ്റ്സ് വന്നിട്ടുണ്ട്. സിനിമ ഇതുവരെ റിലീസ് ആയിട്ടില്ല. അതെ, പക്ഷെ അതിൽ വർക്ക് ചെയ്തവർ എന്നോട് പറഞ്ഞത് താങ്കൾക്കും കരീനയ്ക്കും വലിയൊരു കിസ് സീൻ ഉണ്ടെന്നാണ്. സത്യമാണോ? അതോടൊപ്പം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ സൈഫ് അലി ഖാൻ ബോധം കെട്ട് വീഴുമെന്നാണ്. ഇല്ല, ഞാൻ ആക്ച്വലി ഒരു കാര്യം ചോദിക്കണം. ഈ എല്ലാ കാര്യം നിങ്ങൾ എങ്ങനെയാ അറിയുന്നത്? ഈ സിനിമ ഇതുവരെ റിലീസായില്ല, പിന്നെ ഈ കാര്യം മാത്രം നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞേ? എങ്ങനെയാന്ന് പറയാം നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? താങ്കൾ തന്നെ പറയൂ, അത് എത്രത്തോളം ദൈർഘ്യമുള്ള സീനാണെന്ന്. അതായത് നിങ്ങൾക്ക് അറിയാം ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് ടൈം കൗണ്ട് ചെയ്യാറില്ലല്ലോ, ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ ഒരു നല്ല റൊമാൻറ്റിക് മൊമെന്റ് ഉണ്ട്. ഇതുവരെ നിങ്ങൾ എങ്ങനെ അറിയും? കാരണം സിനിമ റിലീസ് ആയില്ലല്ലോ, എങ്ങനെ അറിയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സത്യമാണോ? അതായത് ഒരു സ്റ്റണ്ട് ആക്ച്വലി കുർബാൻ സിനിമയിൽ, ഈ കുർബാൻ സിനിമ സത്യത്തിൽ കുർബാനായിട്ട് മാറുമോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. സ്റ്റണ്ടൊന്നും അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സിനിമയുടെ പ്രോമോയിൽ തന്നെ ഞങ്ങളത് കാണിച്ചിരിക്കുമല്ലോ. പ്രോമോയിൽ അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ താങ്കൾ ആലോചിക്കുകയാണ് ആരാണ് ഇത് പബ്ലിഷ് ലീക്ക് ചെയ്തത്? ചെയ്തിരിക്കുക, അവരുടെ മുഖം അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു എനിക്ക്. കാരണം ഞങ്ങൾ ഇത് പ്ലാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇത് ഉപയോഗിക്കണമെന്നും പറഞ്ഞത്. മാത്രമല്ലാണ്ട് ഞങ്ങളുടെ സിനിമയിൽ ഇതൊരു സെല്ലിംഗ് പോയിന്റും അല്ല. ഞങ്ങൾ ചെയ്തിരുന്ന സിനിമ നേരത്തെ ചെയ്ത സിനിമയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സെയിൽ ചെയ്യാം, ജനങ്ങളെ ഓഡിയൻസിനെയൊക്കെ കുറച്ച് എക്സ്ട്രാ അട്രാക്ട് ചെയ്യാം. ഞങ്ങളുടെ സിനിമയുടെ കഥ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. അത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞേ പറ്റൂ. ഈ സിനിമയുടെ യുണീക്ക് പോയിന്റ് തന്നെ അതിൻ്റെ കഥ തന്നെയാണ്. അടിപൊളി കഥയാണ്. ഡയറക്ടർ രാജിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി അദ്ദേഹം എൻ്റർടൈനും ചെയ്യും, പിന്നെ എൻറിച്ചും ചെയ്യും. അത് നിങ്ങൾ നല്ലപോലെ എൻജോയും ചെയ്യും, പിന്നെ നല്ലപോലെ ഇഷ്ടവും പെടും നിങ്ങൾക്കത്. അദ്ദേഹം ഗാന്ധിഗിരി എടുത്തായിരുന്നു. മുന്നാബായ് ലഗേ ലഗോ, മുന്നാബായ് MBBS. ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ കഥ കാണുന്ന സമയത്ത് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അതുമാത്രമല്ലാണ്ട് പടം കഴിയുമ്പോൾ നല്ലൊരു കാര്യം പഠിക്കാൻ പറ്റും. ആ സിനിമ വരുന്നവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതുപോലെ ആ സീൻ എത്രത്തോളം ദൈർഘ്യമുള്ളതാണ്. വലുതാന്നല്ലേ വരുന്നത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അമീർ ഖാനോടുള്ള ചോദ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതായിരിക്കും. ഫറാ ഖാന്റെ സിനിമ അതെ ഇൻഡസ്ട്രി മൊത്തത്തിലും ഉണ്ടായിരുന്നു. ഷാരൂഖ് എല്ലാരെയും വിളിച്ചു ആ സിനിമയ്ക്ക് വേണ്ടി. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരാൾ മാത്രം വന്നതേയില്ല, അത് അമീർ ഖാൻ. കാര്യങ്ങളിലൊന്നും ഞാൻ ഫിറ്റ് ആവില്ലെന്ന് എനിക്കറിയാം. ഓ, ഓസ്കാറിനായിരിക്കും. ആപ്കി അദാലത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിലിം സ്റ്റാർ അമീർ ഖാനോട്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വളരെ അരഗന്റാണ് എന്നുള്ളതാണ്. ഇവിടെ താങ്കൾ വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്, ജനങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ കളത്തിലിറങ്ങിയ വളരെ അരഗന്റ് ആയിരിക്കുമെന്ന് റീസെൻ്റായിട്ട് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. 3 ഇഡിയറ്റ്സിന്റെ ട്രെയിലർ താങ്കൾ മീഡിയയിൽ കാണിച്ചിരുന്നു. പാട്ട് റിലീസായി, പക്ഷേ ഫിലിമിന്റെ ഹീറോയിൻ കരീന കപൂറിനെ കാണാനേ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അതായത് അവരവിടെ വന്നതേയില്ല. അതായത് അമീർ ഖാൻ ഉണ്ടെങ്കിൽ അവിടെ വേറെ ആരും വേണ്ടെന്നാണോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അല്ലല്ല, ഉറപ്പായിട്ടും അങ്ങനെയല്ല. കാരണം ഞാൻ ഒരു ആംഗിളിൽ ഞാൻ അറഗന്റ് അല്ല. ഞങ്ങളുടെ പ്രോമോയിൽ വരുവാണെങ്കിൽ രാജീവ് സർ, വിനോദ്, പിന്നെ ഞാനുണ്ടായിരുന്നു പ്രോമോ റിലീസ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനുശേഷം ഞങ്ങൾ പ്രോമോ റിലീസ് ചെയ്തു. നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ മാധവൻ, ശർമ്മൻ, പിന്നെ ഞാൻ. അപ്പോഴാണ് ഞങ്ങൾ ഓൾ ഇസ് വെൽ പാട്ട് റിലീസ് ചെയ്തത്. അതിൽ കരീനയോടൊപ്പമുള്ള റൊമാൻറ്റിക് സോങ് ഞങ്ങൾ പിന്നെയാണ് റിലീസ് ചെയ്തത്, കരീനയോടൊപ്പം തന്നെ. ഇത് വിനോദ് സാറിൻ്റെ പ്ലാനിങ് തന്നെയായിരുന്നു. സിനിമയുടെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ഈ സിനിമയുടെ ഓരോ പ്ലാനിങ്ങും 3 പേരും തനിച്ചാണ് റിലീസ് ചെയ്തത്, അവസാനം ഒരുമിച്ച് ചെയ്ത്. ശരി, ഈ കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. റൊമാൻറ്റിക് സോങ്ങിലെങ്കിലും താങ്കൾ ഹീറോയിനെ മുന്നിലേക്ക് കൊണ്ടുവന്നല്ലോ. ഇവിടെ ഇൻഡസ്ട്രിയിലുള്ളവർ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓം ശാന്തി ഓം, ഫറാ ഖാന്റെ സിനിമ ഇൻഡസ്ട്രി മൊത്തം ഉണ്ടായിരുന്നു.
സഞ്ജയ് ദത്ത് ഉണ്ടായിരുന്നു, സൽമാൻ ഖാൻ ഉണ്ടായിരുന്നു, ഷാരൂഖ് എല്ലാവരെയും അതെ, വിളിച്ചു. ആ പാട്ടില്. അതെ, അത് തന്നെ. ധർമ്മേന്ദ്രയെ പോലുള്ള മുതിർന്ന ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരേ ഒരാൾ മാത്രം വന്നതേയില്ല. അത് അമീർ ഖാനാണ്. ആക്ച്വലി ഇതൊന്നും എൻ്റെ അറഗൻസ് അല്ല. ഞാൻ എൻ്റെ വർക്ക് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു ഷോട്ട് കൊടുക്കുവാണെങ്കിലും ഞാൻ ആദ്യം സ്ക്രിപ്റ്റേ പഠിക്കുള്ളൂ. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യും അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഞാൻ അവരൊരു പാട്ട് ഷൂട്ട് ചെയ്യുവാണ് ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി. അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് എന്നെ കൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ? നല്ലതല്ലല്ലോ. എൻ്റെ വർക്ക് ഞാൻ എപ്പോഴും പാഷൻ ആൻഡ് ലവിനോടൊപ്പമാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തൊരു 100 കോടി തന്നിട്ട് ഈ സിനിമ എടുക്കുക അല്ലെങ്കിൽ പാട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ആഗ്രഹം ഇല്ലാണ്ട് ഞാനത് ചെയ്യത്തില്ല. ആൻഡ് ഞാൻ ആ സ്ക്രിപ്റ്റ് അതിനു വേണ്ടി കേൾക്കത്തില്ല. കാരണം അതിനുവേണ്ടി ഞാനത് കേട്ടോ പഠിച്ചോ അത് ഇഷ്ടമല്ലാണ്ടായിപ്പോയാലോ ഒരു പക്ഷേ. ആ സ്ക്രിപ്റ്റ് ഞാൻ പഠിച്ചു നോക്കിയിട്ട് അത് ചെയ്തില്ലെങ്കിൽ അത് തെറ്റാവത്തില്ലേ, കഷ്ടമായേക്കും. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യത്തിൽ നിന്ന് ഞാൻ എപ്പോഴും ബാക്ക്വേർഡ്സ് ആയിരിക്കും. നിങ്ങൾ എന്നെ നോട്ട് ചെയ്താൽ അറിയാൻ പറ്റും, ഞാൻ പാർട്ടീസിനൊന്നും പോകത്തില്ല, ഫംഗ്ഷൻസിന് പോകത്തില്ല, അവാർഡ് സെറമണിക്ക് പോകാറില്ല. അവാർഡ് സെറമണിക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് അരഗന്റ് എന്ന് പറഞ്ഞത്. ഇതൊന്നും ഇൻഡസ്ട്രിയിലുള്ള arrogance അല്ല. എല്ലാവരും ഉള്ള സ്ഥലത്ത് താങ്കളില്ല. ആക്ച്വലി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊന്നും അറഗൻസ് അല്ല. ഇതുപോലത്തെ കാര്യത്തിലൊന്നും ഞാൻ ഫിറ്റ് ആവത്തില്ലെന്ന് എനിക്ക് തോന്നും. എന്നെ കൊണ്ട് അതിൽ ഫിറ്റ് ആവാൻ പറ്റില്ല. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ലോകമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സ്റ്റാൻഡേർഡ് വേറെയാണോ? ഓസ്കാറിനെ താങ്കൾ ഫിറ്റ് ആവത്തില്ല. എന്തൊക്കെ വളരെ നന്നായിട്ടാ പറഞ്ഞേ. ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ സത്യമില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ ഇന്ത്യൻ അവാർഡ്സൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ അത് സെറ്റാവത്തില്ല. ഇതിൽ മറയ്ക്കാനൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ മാറി തന്നെയാ. ശരിക്കും ഓസ്കാറിൽ എൻ്റെ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. സോ അവാർഡ്സിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കവിടെ സെറ്റാവാത്ത രീതിയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറിയിരിക്കത്തുള്ളൂ. അതായത് ഒരു കാര്യമല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറിയിരിക്കേണ്ട ആവശ്യം വരുന്നത്? നിങ്ങൾ പറയുന്ന പോലെ ഓസ്കർ ഞാൻ അവാർഡിന് വേണ്ടി ഒരിക്കലും ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ഓഡിയൻസിന് വേണ്ടിയാണ് എപ്പോഴും സിനിമ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഓസ്കറിൻ്റെ ഒരു റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ, ഓസ്കറിന് ഒരു സിനിമ ചെല്ലുവാണെങ്കിൽ നമ്മുടെ ഒരു പുതിയ ഡോർ ഓപ്പൺ ആവുകയാണ്. നമുക്ക് ഒരു പുതിയ വേൾഡാണത്, ഒരു പുതിയ വേൾഡിലോട്ടുള്ള ഡോറാ. സോ അത് ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഞാനത് ഉപയോഗപ്പെടുത്തുവാണ്, വേറെ ഒന്നുമല്ല. ഓസ്കറിലുള്ളവർ ഞാൻ ഈ സിനിമ നന്നായിട്ട് ചെയ്തോ ചെയ്തില്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഓഡിയൻസ് അത് മുന്നേ പറയും, നീ നല്ല സിനിമയാണ് ചെയ്തത്, ഇല്ലെങ്കിൽ ഇല്ലെന്നും. ആർക്ക് വേണ്ടിയാണോ ഞാൻ ആ സിനിമ ചെയ്യുന്നത് അവരിത് കണ്ടിട്ട് നല്ലതാണോ ഇല്ലെന്ന് പറയും. അതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്. അവാർഡ് കിട്ടിയിട്ട് എനിക്കെന്ത് കാണിക്കാനാ? പക്ഷേ ഇങ്ങനത്തെ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ, ബേർലിൻ ഫിലിം ഫെസ്റ്റിവൽ, ഓസ്കർ ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് സ്റ്റേജസ് കിട്ടും. ഇതൊക്കെ ഇന്റർനാഷണലി റെക്കഗ്നൈസബിൾ. അവിടെ നമുക്കൊരു അംഗീകാരം കിട്ടും. സോ നമ്മുടെ സിനിമ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ലക്കാൻ അതൊരു നല്ല. അതുകൊണ്ടാണ് മഹേഷ് ഭട്ട് ഈ കാര്യം പറഞ്ഞത്. ബെർലിൻ, ഖാൻ, ഓസ്കാറിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് വെള്ളത്തോല്, വൈറ്റ് സ്കിൻ ഉള്ളവരുടെ മുമ്പിൽ കുനിയാനും തയ്യാറാണ്. ഞാൻ തലകുനിഞ്ഞ് നിൽക്കുന്നൊന്നും ആരുടെ മുമ്പിൽ ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ആരുടെ മുന്നിൽ തലകുനിയത്തില്ല. അവരുടെ തോളിന്റെ നിറം എന്തായാലും അതെനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. നാളെ ബെർലിൻ ആൾക്കാർ കറുപ്പായാലും എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല അറിയണ്ട. സോ ഞാൻ എന്നെ സംബന്ധിച്ച് എന്താ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഈ ബേർലിൻ ആയിക്കോട്ടെ, കാൻസ് ആയിക്കോട്ടെ, ഓസ്കർ ആയിക്കോട്ടെ, പല വർഷങ്ങളായിട്ട് ഇവർ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ റെസ്പെക്റ്റ് കിട്ടിയിരിക്കും. ഇത് നിങ്ങളുടെ അടുത്താണ് ഉള്ളത്. നിങ്ങളുടെ മര്യാദ നിങ്ങൾ ഏത് ലെവലിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത്. ഞാനൊരു അവാർഡ്, അതായത് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ അവാർഡ് സെയിൽ ചെയ്യുവാണെങ്കിൽ അതിന് എന്ത് റെസ്പെക്റ്റാണ് കിട്ടാൻ പോകുന്നത് പറയും നിങ്ങൾ? ഇത് ഞാനല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ അവാർഡൊക്കെ ഞാനൊരു എക്സാമ്പിളാണ് തന്നത്. അതായത് അവാർഡൊക്കെ ആരാണ് വാങ്ങുന്നതെന്ന് ഒന്ന് പറയാമോ? ഞാൻ നിങ്ങൾക്ക് നാളെ അയച്ചു തരാം. അതായത് ഞാൻ എന്ത് പോയിന്റാണ് പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതായത് ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ പ്ലാറ്റ്ഫോം വിശ്വസിക്കുവാണ്. ഒരു പക്ഷേ ഞങ്ങളുടെ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് ഞാൻ ലഗാനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഈ ലഗാൻ്റെ ഓസ്കറിനെ കുറിച്ചാണ് പറയുന്നത്. ആ സിനിമ ഓസ്കറിന് നോമിനേറ്റ് ആയതുകൊണ്ട് പൊതുവെ ലഗാനെ കുറിച്ചുള്ള ന്യൂസ് ഒന്നും അവർക്ക് അത്ര അങ്ങോട്ട് കിട്ടത്തില്ല. അവർ പോയി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുവാണ് ഏത് സിനിമയാണ് ഓസ്കറിന് നോമിനേറ്റ് ആയിട്ടുള്ളതെന്ന്. അവർ അതിൻ്റെ DVD ഒക്കെ മേടിക്കുക. അത് പോയി നോക്കി അവർ മേടിച്ചു. അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ സിനിമ കണ്ടുവന്ന്. അതുപോലെ ഒരു ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചു. ഈ കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട്? അതായത് ലഗാൻ ഒരു പക്ഷേ 3 മണിക്കൂർ ഇല്ലായിരുന്നു എങ്കിൽ
അവിടെയുള്ള ഓഡിയൻസും ജൂറിയും അതിലുള്ള പാട്ടുകളൊക്കെ ഷോർട്ട് ചെയ്ത് ചെറുതാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവാർഡ് ലഭിക്കുമായിരുന്നു. ആക്ച്വലി ഇതൊന്നും ഒരു സത്യവും അല്ല. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അന്നൊരു 56 സിനിമകൾ വന്നിരുന്നു അവിടെ ലഗാൻ കോമ്പറ്റീഷനുള്ള സമയത്ത്. നോമിനേറ്റ് ആയിട്ട് ടോപ്പ് 5 വരുന്നത് എത്രത്തോളം കഷ്ടമാണെന്ന് വെച്ചാൽ, അവിടെയുള്ള ജൂറി മെമ്പേഴ്സിന് ഏകദേശം 300 തൊട്ട് 400ഓളം മെമ്പേഴ്സ് ഉണ്ടാവും അവിടെ. അതായത് 7-8 ജൂറി മെമ്പേഴ്സ് കാണത്തില്ല. അതായത് അവിടെയുള്ള 300 to 400 മെമ്പേഴ്സിന് ആ സിനിമ ഇഷ്ടമല്ലാണ്ടായെങ്കിൽ ടോപ്പ് 5 ആ സിനിമ വരത്തില്ല. ആ സിനിമയിൽ ചിലപ്പോൾ പാട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടമാവില്ല. ഒരുപാട് സമയം കൂടിയ സിനിമയാണെങ്കിൽ അവർക്കത് ഇഷ്ടമാവത്തില്ല. നമ്മുടെ സിനിമ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഏകദേശം അവിടെ 10 തൊട്ട് 12ഓളം ഫിലിം നോമിനേഷന് വേണ്ടിയുണ്ട്. പക്ഷെ അതൊന്നും നോമിനേറ്റ് ആയില്ല, ലഗാനായി. ഓസ്കറിൽ അത് നോമിനേറ്റ് ആയാൽ തന്നെ അത് ഏകദേശം വിജയവാ. ഓസ്കറിൻ്റെ ഫംഗ്ഷന് പോയപ്പോൾ അന്ന് അവിടെ ഒരുപാട് ഇംഗ്ലീഷ് ആൾക്കാരുണ്ടായിരുന്നു. എനിക്കറിയില്ല അവരാരാന്നൊന്നും. ഒരു ലഹാൻ കണ്ടുകൊണ്ട് അവർക്കത് മനസ്സിലായി എന്നെ. പക്ഷെ എനിക്കറിയില്ലല്ലോ അവർ ജൂറി മെമ്പേഴ്സാണ്. അപ്പം ഞങ്ങളുടെ പേര് അവിടെ അനൗൺസ് ആയില്ല. നോ മാൻസ് ലാൻഡ് അവിടെ അനൗൺസ് ആയിരുന്നു. അതിനുശേഷം ആ ഫംഗ്ഷൻ തീർന്നതിന് ശേഷം ഒരു 50ഓളം പേര് എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾക്ക് വളരെ വിഷമമെന്ന് പറഞ്ഞു അവരെൻ്റെ അടുത്ത്. നിങ്ങളുടെ സിനിമ സെലക്ട് ആയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ വിഷമിക്കുന്നത്. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? ഞങ്ങൾ ജൂറി ആയിരുന്നു, നിങ്ങൾക്ക് വോട്ട് ചെയ്തെന്ന് അവർ പറഞ്ഞു. അവർക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ താങ്കളുടെ ആ സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു അത്. പക്ഷേ മറ്റൊരു സിനിമയ്ക്കാണ് ലഭിച്ചത്, സ്ലം ഡോഗ് മില്യനർ. പക്ഷേ അതിന് ഓസ്കാർ ലഭിച്ചു. പക്ഷേ താങ്കൾക്കത് അത്ര ഇംപ്രസ് ആയില്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. ആക്ച്വലി എൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ അറഗൻ്റ് അല്ല, ഞാൻ ഒരുപാട് സ്ട്രൈറ്റാ. അതായത് എന്നെക്കൊണ്ട് നുണ പറയാൻ കഴിയില്ല. അപ്പം ഞാൻ സ്ലം ഡോഗ് മില്യനർ അപ്പം ഞാൻ കണ്ടില്ല. അതെൻ്റെ ഫ്രണ്ടിൻ്റെ സിനിമയായിരുന്നു, അനിൽ കപൂറിൻ്റെ സിനിമയായിരുന്നു. ഞാൻ ഡാനി ബോയിലിൻ്റെ വലിയ ഫാനാ. അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട്, ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷപ്പെട്ടതാ. അവർക്ക് വിഷ് ചെയ്യാനായിട്ട് ഞാൻ പ്രീമിയറിൽ പോയതാണ്. പക്ഷേ അതൊരു സിനിമ കണ്ടില്ലായിരുന്നു. ഞാൻ ആ സിനിമ കണ്ടത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, പേഴ്സണലി എനിക്കത് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഇഷ്ടപ്പെടാത്തപ്പോൾ ഞാൻ എങ്ങനെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റും? എനിക്കതൊരു ഓക്കെ ഫീലായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അവർ കാണിച്ചിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, അവരത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ സത്യം ഞാൻ എങ്ങനെ പറയാം അവരുടെ അടുത്ത്? പക്ഷേ ആ സിനിമയ്ക്ക് ഓസ്കാർ ലഭിച്ചത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ജൂറി മെമ്പേഴ്സിന് ഇഷ്ടപ്പെട്ടു, അത് മതിയല്ലോ. ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. ചില സിനിമ എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കും. പക്ഷെ ഞാനിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഒരാൾ മംഗൽ പാണ്ഡെ സിനിമ കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. കാരണം അത് അദ്ദേഹം കണ്ടിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഐ കാൺട്ട് സേ കാരണം ഈ സിനിമ ഞാൻ നന്നായിട്ട് ചെയ്തു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. ശരി, താങ്കൾ പറയുന്ന ഈ ഓസ്കാറിന്റെ കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. ബ്ലാക്ക് ഫിലിം, അമിതാഭ് ബച്ചൻ, എല്ലാവരും റെസ്പെക്ട് ചെയ്തു. പക്ഷേ ആ സിനിമ കണ്ടിട്ട് താങ്കൾ പറയുകയാണ് ഇൻസെൻസിറ്റീവായ ഫിലിമാണ്. ഇൻസെൻസിറ്റീവ്, അതെ. ബ്ലാക്ക് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാനാ? അതിൽ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ഓഡിയൻസിന് ഇതാണ് കാണിക്കുന്നത്. അത് എന്താണ് തെറ്റെന്ന് വെച്ചാൽ, അതായത് ആ പെണ്ണിന് പിള്ളേരെ കുറിച്ച് പറയാനായിട്ട് ആ പെണ്ണിന് കണ്ണും അറിയത്തില്ല, കാതും കേൾക്കത്തില്ല, അവളെ കൊണ്ട് സംസാരിക്കാനും പറ്റില്ല. അവളെ നമ്മൾ നല്ലപോലെ അടിക്കുവാണ്, വെള്ളത്തിൽ തല പിടിച്ച് മുക്കി വെക്കുക, പിന്നെ അവളെ പേടിപ്പിച്ച് അവളെ ടോർച്ചർ ചെയ്ത് നമ്മളവളത് പഠിപ്പിച്ചെടുക്കുവാണ്. ഇന്ത്യയിൽ നിങ്ങൾ ഈ ദിവസം തോറും നോക്കുവാണെങ്കിൽ ചൈൽഡ് കെയറിൽ ചൈൽഡ് അബ്യൂസ് എത്രത്തോളം നടക്കുന്നുണ്ട്. നമ്മൾ പിള്ളേരെ അടിക്കാനായിട്ട് ഒരു സെക്കൻഡ് ആലോചിക്കുന്നില്ലല്ലോ. അത് എത്രത്തോളം നോർമലാണ്. ഇന്ത്യയിൽ കർണത്തടിക്കുന്നത് വളരെ നോർമലാണ്. ഇന്ത്യയിലെ സിറ്റിയിൽ, ടൗണിൽ, ചെറിയ വില്ലേജസിൽ ചൈൽഡ് അബ്യൂസ് ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. അത് നിങ്ങളൊരു സിനിമയായിട്ട് ഇവിടെ ഇട്ട് കാണിക്കുവാണ്. അതിലെ ലീഡ് ആക്ടർ ആ കൊച്ചിനെ അടിക്കുവാണ്, വെള്ളത്തിട്ട് അമക്കുവാണ്. അതിനുശേഷം ആ പെണ്ണ് കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നത്, അവൾ വിചാരിക്കുന്ന കാര്യമൊക്കെ. ഇവരെവിടെ എന്താ പറയുന്നത്? ഓഡിയൻസിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ അടിച്ചാൽ മതി, എല്ലാം കറക്റ്റായിട്ട് ശരിയായ രീതിക്ക് പോകുന്നതാണോ? ഒരു കുഞ്ഞിനെ കൊണ്ട് കാണാൻ പറ്റാണ്ട്, കേൾക്കാൻ പറ്റാണ്ട്, സംസാരിക്കാൻ പറ്റാണ്ടിരുന്ന അതിനെ നല്ലപോലെ അടിക്കാനാണോ പറയുന്നത്? അടിച്ചാലേ വഴിക്ക് വരുവുള്ളൂ എന്നാണോ ഈ പറയുന്നത്? അങ്ങനെ ആ കൊച്ചിന് മനസ്സിലാവണമെങ്കിൽ അത് നിങ്ങൾ സബ് കോൺഷ്യസ് ആയിട്ട് ഇത് നിങ്ങൾ ഈ ഡേഞ്ചറസ് ആയ മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നിങ്ങൾ എന്ത് വൃത്തികെട്ടൊരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നത് എനിക്ക് തോന്നി. അമിത് സാറിനോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ഒരു വലിയ സ്ഥാനത്ത് തന്നെയായിരിക്കും. ഞാൻ തന്നെ ആ സ്ഥലത്തോട്ട് പോകാൻ ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു മര്യാദ എപ്പോഴും
എൻ്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ താങ്കൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അത് പിന്നെ ആ കാര്യം എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യണം. ഒരു ജേർണലിസ്റ്റ് എന്നെ വന്ന് ഇൻ്റർവ്യൂ എടുത്തു. ബ്ലാക്ക് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ 2 വർഷം മുന്നേ പറഞ്ഞതാ. ഈ സിനിമ ഞാൻ അമിത് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഇഷ്ടമില്ല, കാരണം ഞാൻ ഫാനാണ്, അത്ര നല്ല ഫാൻ ആയതുകൊണ്ട് കണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിനക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമ ഇഷ്ടപ്പെടാത്തതെന്നുള്ളത് പറയാനായിട്ട് എൻ്റെ അടുത്തേക്ക് പറ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ഈ കാര്യം അദ്ദേഹത്തിന് അറിയാം. അതിനുശേഷം ബ്ലാക്ക് സിനിമ റിലീസായതിനു ശേഷം ഈ സിനിമ റിലീസായത്. ഇത് 2 years ബാക്ക് റിലീസായി. ഇതാ ഇപ്പോൾ വന്ന് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിൽ ചോദിക്കുക. അദ്ദേഹം ഒരുപാട് ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. എൻ്റെ പഴയ ഇൻ്റർവ്യൂ ഒക്കെ ഇരുന്ന് കണ്ടതായെന്ന് തോന്നുന്നു അദ്ദേഹം. പിന്നെ എൻ്റെ അടുത്ത് ബ്ലാക്കിനെ കുറിച്ച് തന്നെ ചോദിച്ചു. ഞാൻ പിന്നെ അതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. പിന്നെയും അദ്ദേഹം മുഴുവൻ ഇൻ്റർവ്യൂവും ഞാൻ എൻ്റെ അടുത്ത് എടുത്തതെല്ലാം മാറ്റി വെച്ചിട്ട് ഫുള്ള് ബ്ലാക്കിനെ കുറിച്ച് മാത്രം എഴുതി വെച്ചേക്കുന്നത്. അത് കാണും എനിക്ക് എന്തോ ബ്ലാക്കിനെ നശിപ്പിച്ച് കളഞ്ഞ പോലെ എനിക്ക് തോന്നിയ. ഇത് അൺഫോർച്ചുനേറ്റ്ലി നടന്ന കാര്യമാണ്. അതിനുശേഷം എനിക്ക് തോന്നിയത് ഈ കാര്യം പറഞ്ഞിരിക്കാൻ പാടില്ലെന്നായിരുന്നു. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ പറഞ്ഞിരിക്കാൻ പാടില്ല. നിങ്ങളെന്താ പറയുന്നത്, ഞാൻ മിണ്ടാണ്ടിരിക്കണമെന്നാ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ താങ്കൾ സത്യം പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ റെസ്പെക്ട്ഫുള്ളിയാണ് ഇത് പറഞ്ഞത്. കാരണം ഈ തെറ്റെന്ന് പറയുന്നത് ഞാനും എപ്പോഴാണെങ്കിലും ചെയ്യാം. ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അമിത് സാറിനല്ല ഉണ്ടാവേണ്ട, ഇത് ഫിലിം മേക്കറിനാണ് വേണ്ടത്. സിനിമ എടുക്കുന്നവരും സിനിമയ്ക്ക് കഥ എഴുതുന്നവരും ജനറലി ആക്ടേഴ്സ് ആയിട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരു ഡിഫറെൻറ്റ് വേൾഡിലായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബേസിക്കലി ഞാൻ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സിനായിരിക്കും ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. ഏത് സിനിമയായാലും ശരി, നല്ല സിനിമയാണെങ്കിൽ ഏത് സിനിമയായാലും ശരി. കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്ത ആളുടെ തലയിലോട്ടം കിട്ടുമല്ലേ? ചില സമയത്ത് നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കില്ലേ, അതുപോലെയാ. പക്ഷേ ഒരു ഇംപ്രഷൻ തീർച്ചയായിട്ടും ക്രിയേറ്റ് ആവുന്നുണ്ട്. ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ളവർ എന്ത് ചെയ്താലും താങ്കൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. മാഡം തുസോട്ട്സിൽ അതൊരു വാക്സ് മ്യൂസിയമാണ്, പ്രസ്റ്റീജിയസ് കാര്യമാണ്. അമിതാഭ് ബച്ചൻ്റെ ഉണ്ട്, ഐശ്വര്യ റായുടെ ഉണ്ട്, ഷാറൂഖ് ഖാൻ്റെ ഉണ്ട്, അദ്ദേഹവും അവിടെ തന്നെയുണ്ട്, അതുപോലെ സൽമാൻ ഖാനുണ്ട്. പക്ഷേ അമീർ ഖാൻ ആ ഓഫർ വന്ന സമയത്ത് വേണ്ട, എൻ്റെ സ്റ്റാച്യു അവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, ഇത് തെറ്റായ കാര്യത്തിൽ പുറത്ത് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം ടുഷാട്ട് ഒരു വളരെ നല്ല മ്യൂസിയം ആയിരുന്നു അത്. ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റാർസൊക്കെ വെച്ചിരുന്നു അവർ. ഇൻ്റർനാഷണൽ സ്റ്റാർസ് ഉണ്ട് അവിടെ. വളരെ നല്ല കാര്യമാണ്. എനിക്ക് ഇൻറ്റിമേഷൻ വന്ന സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും മാക്സിമം. എൻ്റെ പ്രിയോറിറ്റീസൊക്കെ ഇതെൻ്റെ പ്രയോറിറ്റി അല്ല. ഇതാണ് എൻ്റെ പ്രയോറിറ്റി അല്ല. ഞാനിങ്ങനെ ഫോട്ടോസിൽ നിന്ന് പോസ് കൊടുക്കുന്നത് ഇതൊന്നും എൻ്റെ പ്രയോറിറ്റി അല്ല. ഞാനപ്പോൾ എൻ്റെ വർക്കിൽ എന്തോ ബിസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും സമയത്ത് ചോദിച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞിരിക്കും. ആ സമയത്ത് ഞാൻ ബിസി ആയതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല, സമയമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ സിനിമ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. സോ എൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലി വളരെ ശ്രദ്ധയോടെ ചെയ്യും. അതുകൊണ്ടാണ്, വേറെ ഒന്നും ആലോചിക്കില്ല ആ സമയത്ത് എന്താ ചെയ്യേണ്ട വേണ്ടെന്നു. ഈ അറഗൻസ് എന്ന് പറയുന്ന കുറ്റം നിങ്ങൾ പറയുന്നില്ലേ, ചിലപ്പോൾ അതിൻ്റെ കാരണം ഇതായിട്ട് പോലും ഉണ്ടാവാം. ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ ചുറ്റിനുള്ള എനർജീസ് മുഴുവനും അങ്ങോട്ട് പോയേക്കും, ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ചുറ്റിനുള്ള എല്ലാ കാര്യവും ഞാൻ മറന്നു പോയേക്കും ടോട്ടലി. എൻ്റെ ഫ്രണ്ട് ആരെങ്കിലും എന്നെ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല. അവർ വിചാരിക്കും ചിലപ്പോൾ ഞാൻ ഭയങ്കര അരഗൻ്റ്, ആ ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല എന്ന്. ആക്ച്വലി ഞാൻ അരഗൻ്റ് അല്ല, ആ സമയം ഫുള്ളി ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് ആ വർക്ക് തീർക്കുക. എനിക്ക് പണിയെടുക്കാൻ ഇതല്ലാണ്ട് വേറെ പണി അറിയത്തില്ല. ഇത് ഞാൻ പേർപ്പസ്ലി ചെയ്യുന്നതല്ല. ശരി, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ജനങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കട്ടെ. നല്ല തീരുമാനം പറയണേ. അതായത് സത്യത്തിൽ താങ്കൾ അരഗൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ എൻ്റെ അടുത്തിപ്പോൾ മറ്റൊരു കുറ്റാരോപണമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം അമീർ ഖാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. രാം ഗോപാൽ വർമ്മ കംപ്ലൈന്റ് ചെയ്തിരുന്നു, എന്താ ഇയാള് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇനി ഇയാളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ആക്ച്വലി രാമു എൻ്റെ ഒപ്പം വർക്ക് ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ ഒരു സന്തോഷം എനിക്ക് വേറെ ഒന്നും തന്നെ ഇല്ല. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ അമീർ ഖാനാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വലിയ ഡിക്റ്റേറ്ററാണ് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, അതായത് അമീർ ഖാൻ ഒരു കൺട്രോൾ ഫ്രീക്ക് ആണെന്ന്. ഏത് സിനിമയിൽ അഭിനയിച്ചാലും താങ്കളുടെ ടൈം താങ്കൾ തീരുമാനിക്കുന്നു. താങ്കൾ തീരുമാനിക്കുന്നത് പോലെ സിനിമ ഉണ്ടാകണം. താങ്കളുടെ വിരൽ ചലനത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം, ഡയറക്ടർ ഉൾപ്പെടെ. നിങ്ങൾ ശരിക്കും ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്തെങ്കിൽ
തീർച്ചയായിട്ടും ഒരു ഫൈൻഡിങ് കിട്ടും. അതായത് ഇൻഡസ്ട്രിയിൽ ഡയറക്ടറിനെ മാത്രം വിശ്വസിച്ച ഒരാളുണ്ടെന്ന് വെച്ചാൽ അവരെ ഒരു ലീഡറായിട്ട് കരുതി പുറകെ പോകുന്നത് ഞാൻ മാത്രമാണ്. ഈ കാര്യത്തിൽ എനിക്ക് ഒരു തുള്ളി പോലും വിശ്വാസം ഇല്ലാണ്ടില്ല. അതായത് എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കയാമത്ത് സെ കയാമത്ത് റിലീസായി എനിക്ക് നല്ലൊരു വിജയവും കിട്ടി, നല്ല പേരും കിട്ടി. ആ സമയത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഒരു 8 to 10 സിനിമകൾ സൈൻ ചെയ്തു എൻ്റെ കരിയറിൽ. അത് റിലീസായി വലിയ വിജയവും കിട്ടിയില്ല. 5 പടം റിലീസായി, 5ഉം ഫ്ലോപ്പായി പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ടറെ ചൂസ് ചെയ്യണം, അപ്പോഴാണ് കറക്റ്റായ സിനിമ എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം. അതായത് ഞാൻ ഫസ്റ്റ് റൂൾ തന്നെ എന്താണ് ഇട്ടതെന്ന് വെച്ചാൽ, അതായത് പറയണമെങ്കിൽ ഡയറക്ടറുടെ മേത്ത് എനിക്ക് മുഴുവൻ വിശ്വാസം വരുന്നത് വരെ ഞാൻ ആ സിനിമ സൈൻ ചെയ്യാൻ പാടില്ല. ആ ഡയറക്ടർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എന്തൊക്കെ വർക്കാണ് ചെയ്തത്, എനിക്ക് വിശ്വാസം വരുന്നവരെ പ്രൊഡ്യൂസർ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ക്രിയേറ്റീവ് ടീമിന് സപ്പോർട്ട് ചെയ്യണം നല്ലപോലെ വരാനായിട്ട്. സിനിമ റെഡിയായതിനു ശേഷം നല്ല രീതിക്ക് റിലീസ് ചെയ്യണം. ഈ 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക്. ഏത് ഫിലിമാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൽ 3ലും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ ആരാണ്, എങ്ങനെയുള്ളവരാണ്. ഞാൻ പിന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും ഡയറക്ടറിന്. അതായത് ഡയറക്ടർ ആരാണ് ഞാൻ പിന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റെയറായിട്ടേ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ജോൺ മാത്യുവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കും, പുതിയ ഡയറക്ടർ അഷിതോസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണം, ഫറാഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണം. അവരുടെ കഥ കേട്ടതിന് ശേഷം എനിക്ക് ഏകദേശം 1 to 2.5 വർഷമായി ആ കഥ ഓക്കെ പറയാൻ. പറഞ്ഞു വന്നാൽ അവരെന്നെ ചിലപ്പോൾ മർഡർ പോലും ചെയ്തേക്കും, അത്രയ്ക്ക് ടോർച്ചർ ഞാൻ. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട എന്താ ഓക്കെ പറയാത്തെന്ന് ചോദിച്ചോ. ഓക്കെ പറയണമെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാം, എന്നെ വെച്ച് ചെയ്യണമെന്നില്ല. എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ആവും. ഞാൻ സറണ്ടർ ആയി കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾ എങ്ങോട്ട് തിരിക്കുന്നു ഞാൻ ആ വഴി തന്നെ വരും. ഡയറക്ടറിനെ ചൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് സമയമെടുക്കും. ഡയറക്ടറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യവും വേണ്ട, അദ്ദേഹം പറയുന്ന പണി ഞാൻ ചെയ്യും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇത് കേൾക്കാൻ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ പേപ്പറിൽ വന്ന ന്യൂസ് അത് കടലാസ് വെച്ച് വെച്ചോ ഞാൻ എന്തുത്തരം പറയാനാ. ശരി, നിങ്ങൾ ചോദിക്കും ഞാൻ എന്താന്ന് 3 വെച്ചാൽ. ഇഡിയറ്റ്സിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഈ പടം നിർമ്മിക്കുന്നതിനെ കുറിച്ച് വിനോദ് ചോപ്ര സംസാരിക്കുമ്പോ ചോപ്ര സാറും പിന്നെ ഇറാനി സാറും താങ്കളുടെ അടുത്ത് വന്നിരുന്നു. താങ്കളുടെ അടുത്ത് നിന്ന് കോൺട്രാക്റ്റിൽ സൈൻ വാങ്ങുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു ക്ലോസ്, ഹി മസ്റ്റ് നോട്ട് ഇന്റർഫിയർ ഇൻ ദി ഫിലിം മേക്കിംഗ് പ്രോസസ്. അതിശയമായ കാര്യം എന്താന്ന് വെച്ചാൽ ഇതുവരെ വിനോദ് ചോപ്രയൊപ്പം ഞാനും ഇതുവരെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. അതായത് ഇതിൽ 2 കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ വാക്ക് വിശ്വസിക്കുന്ന ആളാ. ഒരു മനുഷ്യന്റെ വാക്കാണ് ഞാൻ അധികം വിശ്വസിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും. വിനോദ് ചോപ്ര എനിക്കും ഇടയ്ക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഈ ചതർ ഞങ്ങൾ 2 പേരും ഒരുപാട് വിശ്വാസമുള്ള ഒരാൾക്കാരാണ്. പേപ്പറിന്റെ ആവശ്യം വരില്ല. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ 2 പേരും കോൺട്രാക്ടേ സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ക്ലാഷ് എങ്ങനെ വരും, ഇന്റർഫിയർ ആവാൻ പാടില്ലെന്നും പറഞ്ഞു. ഇല്ല, എന്ത് ചെയ്താലും താങ്കൾ ഇന്റർഫിയർ ആവുന്നുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ വിട്ടതാണോ? കോൺട്രാക്ട് സൈൻ ചെയ്താലും ശരി. ഒരുപാട് പേരുടെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അഷിതോസ് ഗവർക്കർ ഉണ്ട്, ഫറാൻ അക്തർ ഉണ്ട്, എല്ലാം വളരെ ടാലന്റഡ്. അവരുടെയൊക്കെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കും അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ. അവരെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ഞാൻ ഡയറക്റ്റീവ് ആണെങ്കിൽ എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന തെറ്റാണ്, ഇങ്ങനെയാണ് മാറ്റി ചെയ്യേണ്ടത് നിങ്ങളെങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാ, രജത് സാർ പറഞ്ഞത് ശരിയാ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ദെൻ ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. പക്ഷെ നിങ്ങളെക്കൊണ്ട് എന്നെ ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. സോ ഇങ്ങനെ ഒരുപാട് ടാലന്റഡ് പേഴ്സൺസ് ഉണ്ട് ഇവിടെ. ഒരുപാട് ഡയറക്ടറിന്റെ പേരിനെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ജോൺ മാത്യൂസ് ഉണ്ട്, അഷിതോഷ് ഗൗരെ ഉണ്ട്, ആശിഷ് മെഹ്റ ഉണ്ട്, എല്ലാം വളരെ ടാലന്റഡ് ഡയറക്ടേഴ്സ് ആണ്. പക്ഷേ ഇവരെല്ലാവരും തന്നെ താങ്കളോടൊപ്പം ജോലി ചെയ്ത് സക്സസ് ആയവരാണ്. പക്ഷെ താങ്കൾ മറ്റുള്ളവരോട് ജോലി ചെയ്ത് സക്സസ് ആയിട്ട് ഓടിയില്ലല്ലോ. ഇൻഡസ്ട്രിയിൽ ഒരു സംസാരമുണ്ട്, താങ്കൾ ഗോസ്റ്റ് ഡയറക്ടർ ആണെന്ന്, പിന്നിൽ നിന്ന് താങ്കളാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞാനാണ് എല്ലായിടത്തും ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതത്ര അൺഫെയർ ആണ്, അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. അശിതോസ് ഉണ്ട്, രാകേഷ് മെഹ്റയുണ്ട്, ഇവരൊക്കെ വളരെ ടാലന്റഡ് ഡയറക്ടേഴ്സ്. അവർക്ക് പോകേണ്ട ക്രെഡിറ്റ് ആണ് എനിക്ക് കിട്ടുന്നത്, അവർക്ക് കിട്ടുന്നില്ല. കാരണം താങ്കളെ വിട്ടിട്ട് മറ്റുള്ള സിനിമകൾ അവരെടുത്തപ്പോൾ ശരിക്കും വിജയിച്ചില്ല. അത് സത്യമാണ്. പക്ഷേ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ
ഫിലിം മേക്കിംഗ് വളരെ കഷ്ടമായ പ്രോസസ്. ആഷിക് തോഷിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് അമീർ സജഷൻ പറയും, അഭിപ്രായങ്ങളും പറയും, പക്ഷെ അദ്ദേഹത്തിന്റെ സജഷൻസ് ഇന്റർഫിയർ ആകുന്ന രീതിയിലാണ് ഉള്ളതെന്ന്. കറക്റ്റ് ആയിട്ടാ പറഞ്ഞേക്കുന്നത്. ആക്ച്വലി കാര്യം എന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാൻ അവർക്കത് കറക്റ്റായിട്ട് എടുത്തു പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അവർക്കത് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അത് ആക്ടിംഗ് അല്ല. എൻ്റെ വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വലിയൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 4 വർഷം വർക്ക് ചെയ്തതാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. ചാച്ചാജാൻ്റെ അടുത്തും നസീർ സാറിൻ്റെ അടുത്തും. എൻ്റെ വലിയ സ്ട്രെങ്ത് ഞാൻ അസിസ്റ്റന്റ് ആണ്. രാം ഗോപാൽ വർമ്മ ഈ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിറയെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ആക്ച്വലി രാമു എൻ്റെ ഒപ്പം വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ വേറെ ഒരു സന്തോഷം ഇല്ല അന്നത്തെ. അദ്ദേഹം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തന്നെ വളരെ സന്തോഷം. പക്ഷേ ഒരു സിനിമയെക്കുറിച്ച് എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് താങ്കളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നതേ ഇല്ലെന്ന്, ഒരു സജഷനും നൽകുന്നില്ല, താങ്കളുടെ ശബ്ദം പോലും പുറത്തേക്കില്ലെന്ന്. ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സംഭവിക്കുവാണോ? അതെ. അപ്പൊ അതെന്റെ വൈഫിന്റെ പടമാണ്. പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ. ഞാൻ കരുതിയത് ആ സിനിമയ്ക്ക് വലിയ ബഡ്ജറ്റ് ഇല്ല, വലിയ ഡയലോഗ്സ് ഒന്നുമില്ല, ഒരു രീതിയിൽ താങ്കൾക്ക് വലിയ സഹായമാണ് കിട്ടുന്നത്, അതുകൊണ്ട് താങ്കൾ കോഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി എനിക്കറിഞ്ഞ ഇത് എൻ്റെ ആദ്യത്തെ പടമായിരിക്കും 20 വർഷം കരിയറിൽ. അതായത് ഞാൻ പിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു ഈ സിനിമയിൽ ഞാൻ ഒരു ആക്ടർ ആയിരിക്കണമെന്ന്. ഇതുവരെ ഒരു സിനിമ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ അഭിനയിക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, മാറ്, ഈ സിനിമയിൽ അഭിനയിക്കേണ്ടതെന്ന്. ഞാൻ കിരണിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സിനിമയിൽ ഒരു റോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കിരൺ പറഞ്ഞത് വേണ്ട, നീ ഇതിൽ ആക്ട് ചെയ്യേണ്ടെന്നാ. എനിക്ക് വളരെ ഡൗട്ട് അടിച്ചുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വലിയ സ്റ്റാറാ, അപ്പോൾ എൻ്റെ സിനിമ കൊച്ചു സിനിമയാണ്, അതിൽ നിങ്ങൾ ഫിറ്റ് ആകത്തില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്. ഞാൻ ഇതൊക്കെ ഒരു 16mm ക്യാമറ, അതായത് ഒരു ഗൊറില്ല സ്റ്റൈലിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന കൊച്ചു ക്യാമറയാണെന്ന് പറഞ്ഞു അവർ. ഞാൻ റോട്ടിൽ നടന്നു പോവും, അതുപോലെ ഒരുപാട് ക്രൗഡുള്ള സ്ഥലത്തോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ്. നിങ്ങളെ ഒപ്പം വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ക്രൗഡ് ചുറ്റിനും ആവും, 300-400 പേര് വേണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യേണ്ടെന്ന് അവർ പറഞ്ഞു. എൻ്റെ ക്രൂ ആണെങ്കിൽ 8 തൊട്ട് 10 പേരുണ്ടെന്ന്. നിങ്ങളെ വെച്ചോണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. നിങ്ങൾ ആ സിനിമയിൽ അകത്ത് വന്നാൽ ആ സ്കെയിൽ തന്നെ മാറുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ സ്കെയിൽ ഞാൻ കുറയ്ക്കാം, എന്നെ ആ സിനിമയിലോട്ട് എടുത്തു വന്നു. അപ്പോഴും അവർ സമ്മതിച്ചില്ല. കാരണം ക്രിയേറ്റീവ്ലി ആ സിനിമ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കാരണം ഓഡിയൻസ് ആ സിനിമ കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവണം അതൊരു ക്യാരക്ടറാണ്, സ്റ്റാർ. താങ്കളെക്കാൾ അവർക്ക് കുറച്ച് വാശി കൊടുത്തു. അതെ, അധികമാണ്. അവരെങ്ങനെ വഴിക്ക് വരുത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേ ദൂരമാതിരി തെറ്റിപ്പോകും. കാരണം 3 പേരും ആരുമല്ല, കാരണം നിങ്ങളൊരു സ്റ്റാർ, എനിക്കത് സൂട്ടാവത്തില്ല, എനിക്കത് ക്രിയേറ്റീവ്ലി ഡിസ്റ്റർബ് ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫൈനലി സിനിമയിൽ എന്നോട് ആക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് വളരെ വിഷമമായി. അതുകൊണ്ട് ഞാൻ ശരി ഓക്കെ വിട്ടേക്ക്. ഇപ്പോൾ കാസ്റ്റിംഗ് സംഭവിക്കുവാണ്. അപ്പോൾ ഒരുപാട് പേര് കാസ്റ്റിങ്ങിന് വന്നു, ഒരുപാട് പേരെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇത് നോക്കിക്കേ, ഇവരൊക്കെ നന്നായിട്ടുണ്ട്, ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ച് എൻ്റെ അടുത്ത് അവർ. അതിൽ ഞാൻ നോക്കിയത് എനിക്ക് പകരം ആരെയാണ് ചൂസ് ചെയ്യുന്നതെന്ന്. അതിൽ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ദിവസം പറഞ്ഞു, കിരൺ നമ്മളൊരു കാര്യം ചെയ്താലോ എന്ന്. കാരണം ഒരുപാട് പേരെങ്ങനെ ചൂസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് തോന്നിയത് കറക്റ്റ് അല്ലെന്ന്. അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്ന് ആലോചിച്ചു. അപ്പം ഞാൻ കിരണിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിൻ്റെ സിനിമയ്ക്ക് സ്ക്രീൻ ടെസ്റ്റ് തരാം. ഞാൻ ആ സിനിമ കാണണമെന്നുള്ളത് കൊണ്ടല്ല, ഞാൻ ആ സിനിമ ഉണ്ടാവാൻ പാടില്ലെന്ന് നീ സ്ട്രിക്ട്ലി എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ആ സിനിമയിൽ ഉണ്ടാവാനായിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ്, നിനക്കൊരു ഐഡിയ കിട്ടി ഈ ക്യാരക്ടർ വെച്ച് എന്തൊക്കെ കാണിക്കാമെന്ന്. പോസിബിലിറ്റീസ് എന്തുണ്ട്, അതിൽ ഏതൊരു ആക്ടർ വന്നാലും നിനക്കും അത് ക്ലിയർ ആയിരിക്കും. ആസ് എ ഡയറക്ടർ നിന്നെക്കൊണ്ട് ഈ ക്യാരക്ടർ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും ആസ് എ സ്ക്രീനിൽ. എന്നെ വെച്ചൊരു സ്ക്രീൻ ടെസ്റ്റ് എടുക്ക്, നോട്ട് ഇൻ ദ ഫിലിം. എന്നെ വെച്ച് നീ സിനിമ എടുക്കണ്ട, നിനക്കൊരു എക്സ്പീരിയൻസ് കിട്ടും നെക്സ്റ്റ് സിനിമയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവരാലോചിച്ചിട്ട് ശരി ഓക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവിടെ ഗജനിയുടെ ഷൂട്ടിംഗ് ആയിരുന്നു ഹൈദരാബാദിൽ. ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു അവരോട്. ഒരു ദിവസം നിങ്ങൾ നോക്കുവാണെങ്കിൽ എനിക്കന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു, ലീവിലായിരുന്നു. സോ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തു. ആ സ്ക്രീൻ ടെസ്റ്റ് നടന്നതിന് സെക്കൻഡ് അവൾ ഷോക്കായി. അപ്പോൾ അവൾ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിലൊക്കെ ആലോചന ഉണ്ട്. ഇപ്പോൾ ആ സ്ക്രീൻ ടെസ്റ്റ് അവരുടെ മുന്നിലുണ്ട്. സ്ക്രീൻ ടെസ്റ്റ് അവസാനിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു നീ നിനക്ക് ആളെ തേടിക്കുമെന്ന്. ഇപ്പം നിനക്കൊരു ഐഡിയ കിട്ടിക്കണം ക്യാരക്ടർ എങ്ങനെയാന്ന്. അതിനുശേഷം അവർ ഭയങ്കരമായിട്ട് തേടി. എന്നെ പോലത്തെ ഒരാളെ തന്നെ ഭയങ്കരമായിട്ട് തേടി.
ഇതായിരുന്നു ആ ടെക്നിക്, അവരെ എൻ്റെ വഴിക്ക് വരാനായിട്ട്. നല്ല വഴിയായിരുന്നു. നമ്മൾ ഈ ആഡൊക്കെ കാണിക്കില്ല, നമുക്ക് ഇതൊക്കെ കിട്ടുമെന്നും പറഞ്ഞു. അതിനുശേഷം അവർ വല്ലാണ്ട് തേടി, പക്ഷെ അവരുടെ മനസ്സിൽ ഞാനങ്ങോട്ട് പതിഞ്ഞുപോയി. അതിനുശേഷം ഒരു 2 മാസത്തിന് ശേഷം അവർ പറഞ്ഞു, ഇത് നീ ചെയ്താലേ നന്നാവത്തുള്ളൂ എന്ന്. അതിനുശേഷം ഞാൻ ചിരിച്ചോണ്ട് തന്നെ ഹാപ്പിയായി. അതിനുശേഷം ഞാൻ ഇതും പറഞ്ഞു, എൻ്റെ ട്രാക്ക് റെക്കോർഡ് നീ ചെക്ക് ചെയ്യ്. റംഗ് ദേ പസന്ത് എടുത്തു നോക്ക്, 3 Idiots എടുത്തു നോക്ക്, താരേ പസന്ത് എടുത്തു നോക്ക്, ദിൽ ജാത്ത നിങ്ങൾ എടുത്തു നോക്ക്. ഇതിലും ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും, ഞാൻ ആമിർ ഖാൻ അല്ല. എൻ്റെ സിനിമകൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ ഞാൻ ഇതെന്തുകൊണ്ട് എക്സാമ്പിളായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അതിലൊരു 3-4 പേര് ഇപ്പോഴും ഉണ്ട്. റംഗ് ദേ പസന്തിൽ 4 പേരുണ്ടായിരുന്നു, പക്ഷെ ആ 4 പേര് ഇപ്പോൾ സ്റ്റാർ അല്ല, പക്ഷേ ഞാൻ സ്റ്റാറാണ്. പക്ഷെ സിനിമയ്ക്കകത്ത് ആരും സ്റ്റാർ അല്ല, എല്ലാവരും ക്യാരക്ടേഴ്സ് മാത്രമാണ്. ഓഡിയൻസും അതുപോലെ എന്നെ ഒരു ക്യാരക്ടറായിട്ടേ കാണുള്ളൂ, എന്നെ ഒരു സ്റ്റാർ ആയിട്ട് കാണത്തില്ല. അതായിരുന്നു എൻ്റെ ഒരു കല എന്ന് പറയുന്നത്. അതായത് ഈ മൊത്ത പ്ലാനും ഈ കിരണിനൊപ്പം വർക്ക് ചെയ്യുന്ന ഇതിനെപ്പറ്റി എന്താണ് ഇത്ര സീക്രട്ട്? അതെന്തുകൊണ്ടാണ് സീക്രട്ടായിട്ട് വെച്ചിരുന്നതെന്ന് വെച്ചാൽ കിരണിന്റെ ഷൂട്ട് ചെയ്യുന്ന സ്റ്റൈല്, പിന്നെ അവർ ഏതുപോലത്തെ സ്ഥലത്ത് അത് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ മുഹമ്മദ് അലി റോഡിലാണ് ഷൂട്ട് ചെയ്തത്. എന്നെ കൊണ്ട് എങ്ങനെ അലി റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും? മുഹമ്മദ് അലി സ്ട്രീറ്റിൽ അവർ എപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്? റംസാന്റെ സമയത്ത്, ഇഫ്താരി ടൈമിൽ ഞാൻ റോട്ടിൽ നടന്നു ആയിരക്കണക്കിന് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അതേ കാണുമല്ലോ. ഉണ്ടാവും, ഒരുപാട് കൂട്ടമുണ്ടോ, എന്നെ എങ്ങനെ വെച്ച് അവർ ഷൂട്ട് ചെയ്യും അവിടെ ഒന്ന് പറയണം. സോ അതുകൊണ്ടാണ് ആ കാര്യം സീക്രട്ടായിട്ട് വെച്ചിരുന്നത്. ഞാൻ ആ സിനിമയിലുള്ള കാര്യം തന്നെ, കാരണം ഞാൻ സഡൻലി അങ്ങോട്ട് വന്ന് ഷോട്ട് ഓക്കെ പറയുമ്പോൾ പോയേക്കും, അതായിരുന്നു പ്ലാൻ. പബ്ലിക്കിന് കിരണിന്റെ സിനിമയിൽ ആമിർ ഉണ്ടാവുന്ന അറിയാൻ പാടില്ല, കാരണം മീഡിയ വന്നേക്കും. ക്രൗഡ് വരുന്നതിന് മുമ്പ് മീഡിയ എത്തിയേക്കും. അതുകൊണ്ട് ഈ കാര്യം പുറത്ത് പറയാൻ പാടില്ലെന്ന് തന്നെ ഞങ്ങൾ കരുതിയിരുന്ന. അവിടെ പിന്നെ ബാദ് ബജാർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ ഏരിയയിൽ, മുഹമ്മദ് അലി റോഡിൻ്റെ അടുത്ത്. അവിടെ ഒരുപാട് കൂട്ടമുണ്ടോ, എപ്പോഴും കാണും. അത് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ഒരാളാണ്. 3ാമത്തെ നിലയിലെ ക്യാരക്ടറിൻ്റെ വീട്, ഞാൻ ചെന്ന് അവിടെ താമസിക്കുന്ന പോലെ. ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ആ സിനിമയിലുള്ള കാര്യം ആരുടെ അടുത്തും പറഞ്ഞില്ല. രാത്രി 3:30 മണിക്ക് ഞാൻ ആ ഏരിയയിലോട്ട് വണ്ടിയിൽ വന്ന്, സ്ഥലം വളരെ സൈലന്റ് ആയിരുന്നു. ഞാൻ നേരെ ഇറങ്ങി 3rd ഫ്ലോറിലോട്ട് കയറിയിട്ട് അവിടെ ചെന്ന് കതവ് ക്ലോസ് ചെയ്തു. 3 ആഴ്ച അവിടെ തന്നെയായിരുന്നു. ആർക്കും ഞാൻ അവിടെ ഉള്ളത് അറിയത്തില്ല. അവരൊക്കെ വിചാരിച്ചത് എന്തോ ഡോക്യുമെന്ററി എടുക്കുവാണ് 8 പേര് ആ വീട്ടിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ആമിർ ഖാൻ അവിടെ 3ാമത്തെ നില ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. അവിടെ ഭയങ്കര തിരക്കായിരിക്കും, വണ്ടി പോലും വരാൻ പറ്റില്ല, അത്രയ്ക്കും ആൾക്കാരുണ്ടാവും. അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമോയെന്ന് അറിഞ്ഞിരുന്ന ഉറപ്പായിട്ടും അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല. ഇന്ന് എല്ലാ രഹസ്യവും പുറത്തു വന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് പോയില്ലേ, ഇനിയിപ്പോ രഹസ്യം പറയണ്ടല്ലോ. ഞാൻ വളരെ എൻജോയ് ചെയ്തു, കാരണം 3 ആഴ്ച ഞാൻ അവിടെ തന്നെ ആയിരുന്നില്ലേ. പിന്നെ ഞാൻ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അവിടെ തന്നെ ആയിരുന്നു. അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, ഒരു ബാത്റൂമും ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ മീറ്റിംഗ്സ് ഒക്കെ വളരെ എന്റർടൈൻമെന്റ് ആയിരിക്കും, കാരണം എനിക്ക് എന്തോ ഒരു മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. എത്ര മീറ്റിംഗ്സ്! വിനോദ് ചോപ്ര, രാജു ഹിറാനി, ഇവരൊക്കെ എന്നെ കാണാൻ വരും. അതായത് ഈ 3 Idiotsന്റെ ഡിസ്കഷന് വേണ്ടി. ഷൂട്ടിംഗ് അകത്ത് നടക്കുവാണ്, ഉള്ള റൂം ഒരെണ്ണം, അത് പിന്നെ ബാത്റൂം, പുറത്തു വരാൻ പറ്റില്ല. എന്റെ മീറ്റിംഗ് എല്ലാം ബാത്റൂമിൽ തന്നെ ആയിരിക്കും. കമോഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിനോദ് ചോപ്ര അവിടെ ഇരിക്കും. അത് ചെയ്യാം ഇത് ചെയ്യാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, പബ്ലിക് അതറിയില്ല, ഈ കാര്യമേ അറിയത്തില്ല. ഡയറക്ടർ താങ്കളെ വഴക്കും പറയാറുണ്ടെന്ന് തോന്നുന്നു. കാരണം കിരണും വഴക്ക് പറയും, കാരണം അവളും ഡയറക്ടറല്ലേ. ആർട്ടിസ്റ്റിന്റെ പണി എന്ന് പറയുന്നത് ഡയറക്ടറുടെ അടുത്ത് വഴക്ക് മേടിക്കുന്നതല്ലേ. അവരുടെ ഒപ്പം വർക്ക് ചെയ്തൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, ആസ് എ ഡയറക്ടർ ഷീ ഈസ് വെരി ക്ലിയർ ആൻഡ് അവൾക്കുള്ള എല്ലാ ക്ലാരിറ്റീസും ഉണ്ട്. ഒരുപാട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ ജനങ്ങൾ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാനത് പറയാം പിന്നെ, അല്ലേ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഏതാണ് താങ്കൾക്കൊരു നല്ല എക്സ്പീരിയൻസ് തന്നത്? എന്റെ സിനിമയാണോ ചോദിക്കുന്നത്? അതെ. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരുടെ സിനിമ താങ്കൾക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെയൊന്നുമല്ല, ഞാനത് പറഞ്ഞേ പറ്റൂ നിങ്ങളുടെ അടുത്ത്. കഴിഞ്ഞ ചില വർഷത്തിൽ വന്ന സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുന്നാബായ് MBBS ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുന്നാബായ് ലഹീറോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രണ്ടും അടിപൊളി സിനിമയായിരുന്നു. 2 സിനിമ എന്നെക്കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നില്ല, ജബ് വി മെറ്റ്. ഞാൻ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുക, കാരണം എല്ലാവരും നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെനസ്ഡേ, ഒരുപാട് നല്ല സിനിമകളുണ്ട് ഇതുപോലെ. സോറി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട സിനിമ. അതെനിക്ക് അറിഞ്ഞൂടാ. ഈ ചോദ്യം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, എനിക്ക് പക്ഷേ ഉത്തരം അറിയില്ല ഇതിനൊന്നും. നിങ്ങൾക്ക് എൻ്റെ ഏത് സിനിമ ഒത്തിരി ഇഷ്ടം? താരേ സമീൻ പർ. താരേ സമീൻ പർ, അതാണ് എൻ്റെ ഫേവറേറ്റ്.
ഒരു കാര്യം താങ്കൾ പറയൂ, താങ്കളുടെ സിനിമ റിലീസാവുന്ന സമയത്ത് ഒരുപക്ഷെ അത് ഹിറ്റായാൽ താങ്കൾ കരയാറുണ്ട്, അതുപോലെ ഫ്ലോപ്പ് ആയാലും കരയാറുണ്ട്. അതെ, ഞാൻ കരയും. സത്യമാ. കാരണം എന്താ? കാരണം ഞാൻ വളരെ എമോഷണൽ ആയിട്ടുള്ള ഒരാളാ. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഞാൻ മുംബൈയിൽ നിന്ന് പുറത്തിരിക്കുമ്പോൾ ഒരു 4-5 ദിവസം ആയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വളരെ മിസ് ചെയ്യും, ഹോം സിക്ക് ആവും, പിള്ളേരെ വല്ലാണ്ട് മിസ് ചെയ്യും. ഞാൻ എൻ്റെ ഹോട്ടൽ റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സമയം ഞാൻ ആഡൊക്കെ കണ്ട് കരയും. ആഡിൽ ആ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് കണ്ട് എനിക്ക് കരച്ചിൽ വരും. ഇവിടെ താങ്കൾ സങ്കടപ്പെട്ട് കരയുന്നതിന് മുൻപ് ഞാനൊരു ബ്രേക്ക് എടുത്തേക്കാം. ബ്രേക്കിന് ശേഷം അമീർ ഖാനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. മഹാഭാരതം എടുക്കുകയാണെങ്കിൽ അതിൽ ഏത് റോളായിരിക്കും? അതായത് മഹാഭാരതത്തിൽ ഓരോ ക്യാരക്ടേഴ്സും ബെസ്റ്റാ. മഹാഭാരതത്തിൽ എനിക്ക് ഒരു റോളേ സൂട്ടാവുള്ളൂ, കൃഷ്ണനാ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ പബ്ലിക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് അമീർ ഖാൻ. അമീർ ഖാൻ, ഞാൻ സിനിമയെപ്പറ്റി പല ചോദ്യങ്ങളും താങ്കളോട് ചോദിച്ചു. അതിനെല്ലാം താങ്കൾ വളരെ ക്ഷമയോടെ ഉത്തരം നൽകുകയും ചെയ്തു. താങ്കളുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ടവരാണ്. ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ഫിലിം മേക്കേഴ്സ് എല്ലാവരും ഉണ്ട്. ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് പൊളിറ്റിക്കൽ കണക്ഷൻസും ഉണ്ടെന്നാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബന്ധുവാണെന്നും കേട്ടു. അതെ, സത്യവാ, ഇത് സത്യവാ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയ പനി വല്ലതും വരാറുണ്ടോ? അല്ല, അങ്ങനെയല്ല. പോളിറ്റിക്സിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ പോളിറ്റിക്സിൽ നിന്ന് ഞാൻ ദൂരെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാണ് താങ്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ വായിച്ചത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരിക്കണമെന്ന് താങ്കൾ പ്രൈം മിനിസ്റ്ററിന് ഒരു ലെറ്റർ എഴുതിയായിട്ട് കേട്ടു. കിരൺ ബേദിയുടെ പേര് റെക്കമെൻഡ് ചെയ്തതായിട്ട്. അതെ അതെ, സത്യവാ. ആക്ച്വലി ഇതിൽ ഏതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ ആംഗിളും ഉണ്ടാവില്ല. ഞാനൊരു എൻ്റർടൈനറാണ്, എപ്പോഴും ഞാൻ എൻ്റർടൈനേ ചെയ്യുള്ളൂ. ജീവിതം മുഴുവനും ഞാൻ ഈ ഒരു കാര്യമാണ് ഹാപ്പി ആയിട്ട് ചെയ്യുന്നത്. മാത്രമല്ലാണ്ട് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ നാടിൻ്റെ ഒരു നല്ല പൗരനും കൂടെയാണ്. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മുടെ ശബ്ദം ഉയർത്തണം ഓരോ ഇതിനും വേണ്ടി. സാർ, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും പ്രായം കൂടുന്തോറും കണ്ടാൽ പ്രായം തോന്നിക്കും. പക്ഷേ നിങ്ങൾക്ക് പ്രായം കുറയുന്ന പോലെയാണ് തോന്നുന്നത്. അതിൻ്റെ രഹസ്യം എന്താണ് സാർ? അത് നിങ്ങളുടെ സ്നേഹം, വേറെ എന്ത് പറയാനാ? എൻ്റെ അടുത്ത് വേറെ ഒരു ഉത്തരവില്ല. പക്ഷേ ഇത് സത്യമാണോ അമീർ? നോക്കൂ, ഈ ഭംഗി എന്ന് പറയുന്നത് കാണുന്നവരുടെ കണ്ണിലാണുള്ളത്. ഈ യുവത്വവും സൗന്ദര്യവും നിലനിർത്തുവാൻ വേണ്ടി താങ്കൾ ബോഡിയിൽ എന്തെങ്കിലും ടോർച്ചർ വല്ലതും ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ടോർച്ചർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ടോർച്ചർ ഗജനിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇത്രയും സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തു, ബോഡിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ 2-3 കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് പിന്നെ ഞാൻ എല്ലാവർക്കും പറയാൻ ആഗ്രഹിക്കുന്നു, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മുടെ ഡയറ്റ് ഇവിടെ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എപ്പോഴും ഫ്രഷായ ഫുഡ് കഴിക്കണം, ബാലൻസ്ഡ് ഡയറ്റും കഴിക്കണം. പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്, ഈ 3 കാര്യവും ബോഡിക്ക് വളരെ ആവശ്യമാണ്. ഒരുപാട് പേര് എന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ കുറച്ച് കഴിക്കുമ്പോൾ വെയിറ്റ് കുറയുമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും കുറയില്ല, ഇത് തെറ്റായ കരുതല. കുറച്ച് കഴിക്കണ്ട, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ അത് കറക്റ്റായിട്ട് കഴിക്കുക, ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം. ഒരുപാട് പേര് എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ കഴിച്ചാൽ പെട്ടെന്ന് മസിൽ വെക്കുന്നു. ഹൈ പ്രോട്ടീൻ കഴിച്ചാൽ നിങ്ങളുടെ ലിവർ, കിഡ്നി ഇതിനൊക്കെ ഇഷ്യൂസ് വരും. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം. ഒരു മനുഷ്യന് ഫാറ്റും അത്യാവശ്യം തന്നെയാണ്. ഒരുപാട് പേര് ആലോചിക്കുന്നത് ഫാറ്റ് വളരെ മോശമാണ്, അത് കഴിക്കാനേ പാടില്ലെന്ന്. അത് തെറ്റാണ്. നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങൾ ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസും വളരെ ഫ്രഷ് ആയിരിക്കും. ഞാനൊരു ദിവസം 4 ലിറ്റർ വെള്ളം കുടിക്കും, എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ട് അത്രയും വെള്ളം കുടിക്കാനായിട്ട്. സോ അതുകൊണ്ട് ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്ന് വളരെ ഫ്രഷ് ആയിരിക്കും. നമ്മുടെ ശരീരത്തെ 80% വെള്ളം മാത്രമാണ്, 70 to 80% ഓഫ് വാട്ടറാണ്. നമ്മുടെ ഭൂമിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ 70% ഓഫ് വാട്ടർ. സോ വെള്ളത്തിൻ്റെ ഇൻടേക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ വെള്ളം അധികം കുടിക്കാറില്ല, കറക്റ്റായിട്ട് അത് കുടിക്കത്തില്ല. അതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് അതിനേറ്റ അളവിന് കുടിക്കണം. അതറിഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് കുടിക്കാൻ ആരംഭിച്ചതിന് ശേഷം ഡയറ്റ്, കറക്റ്റായ ടൈമിനുള്ള റെസ്റ്റ്, നല്ലപോലെ ഉറങ്ങണം, ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്.
ആക്ച്വലി സർ ഐ വാണ്ട് ടു ആസ്ക് യു വാട്ട് യുവർ ഡ്രീം പ്രോജക്ട്. ആക്ച്വലി എനിക്കൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്, പക്ഷെ എനിക്കത് എടുക്കാൻ പേടിയാ. അതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് മഹാഭാരതം എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അത് വളരെ ഒരു അടിപൊളി ഒരു റൈറ്റിംഗ് പീസാണത്. ആൻഡ് വളരെ ചാലഞ്ചിങ് ആണ്. അതെനിക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ ഏത് റോളായിരിക്കും ചെയ്യുക? അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെ എല്ലാം നല്ല ക്യാരക്ടേഴ്സാണ്. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ കർണൻ. പക്ഷേ എന്നെ കൊണ്ട് ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കർണൻ 6 അടി 5 അകലമുള്ളൊരു ക്ഷത്രിയരാണ്. അദ്ദേഹം ഒരു വാരിയറാണ്. മഹാഭാരതത്തിൽ ഒരു റോളേ എനിക്ക് സൂട്ടാവുള്ളൂ, അത് കൃഷ്ണനാ. ആക്ച്വലി ഞാനത് ചെയ്യാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനത് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. കാരണം ആ പ്രോജക്റ്റ് വളരെ ഡിമാൻഡിങ് ആയിരിക്കും. ഞാൻ ചെയ്തെന്തെങ്കിലും തെറ്റ് പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അതിൽ. ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനത്തെ ഒരു സബ്ജക്റ്റാന്ന് വെച്ചാൽ ഇന്ന് ഞാനത് ചെയ്യണമെന്ന് എടുത്താൽ പോലും എൻ്റെ നെക്സ്റ്റ് 20 ഇയേഴ്സ് ഒരു സബ്ജക്റ്റ് ചെയ്യാനായിട്ട് 20 ഇയേഴ്സ്, അതായത് 5 വർഷം ആ റിസർച്ചിന് മാത്രം പോവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അത് വളരെ വലിയൊരു ഡിമാൻഡിങ് പ്രോജക്റ്റാണത്. അത് തൊടാൻ പോലും എനിക്ക് ശരിക്കും പേടിയാണ്. എന്നെ സംബന്ധിച്ച് അത് ഈ വേൾഡിൽ ഏറ്റവും ബെസ്റ്റായിട്ട് സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ അതായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്യണമെങ്കിൽ അതൊരു ഇന്ത്യനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഹോളിവുഡിൽ വലിയ വലിയ സിനിമകളൊക്കെ ചെയ്യും. ലോർഡ് ഓഫ് ദ റിങ്സ് പോലെ അതിനൊക്കെ ഏറ്റവും വലിയ ആള് മഹാഭാരതമാണ്. ഞാനതാ പറയുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അത് പ്രാവർത്തികമാകണമെങ്കിൽ തലച്ചോറ് ശരിക്കും പ്രവർത്തിക്കണം. അതിന് താങ്കളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ജഡ്ജ് സാർ, വളരെ നന്ദിയുണ്ട് നിങ്ങൾ പറഞ്ഞ തീരുമാനം കേട്ട്. ഐ എം വെരി ടച്ച്ഡ്. താങ്ക് യു സോ മച്ച്. അമീർ, ഞാൻ പല രീതിയിലുള്ള ചോദ്യങ്ങൾ താങ്കളോട് ചോദിച്ചു. എല്ലാത്തിനും താങ്കൾ ക്ഷമയോട് ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ജഡ്ജിയായ പുഷ്പേഷ് പന്തിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. താങ്കൾ ജഡ്ജ്മെന്റ് വായിച്ചോളൂ. ഒരു പഴഞ്ചൊല്ലുണ്ട്, നിയമത്തിന് കണ്ണില്ല എന്ന്. അതുകൊണ്ടാണ് അമീർ ഖാനെയും ഇന്ന് ഈ പ്രതിക്കൂട്ടിൽ ഇരുത്തിയിരിക്കുന്നത്. നിയമത്തിന് അതീതരായിട്ട് ആരും തന്നെ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മൾ നോക്കിയാൽ കുറ്റാരോപിതൻ ഈ കൂട്ടിനകത്തിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞു. അദ്ദേഹം മഹാഭാരതത്തെപ്പറ്റി പറഞ്ഞു. അതുപോലെ രാമായണത്തിലെ അഗ്നിപരീക്ഷയുടെ ശുദ്ധിയും അദ്ദേഹത്തിനുണ്ട്. അത് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്കെന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് ഞാൻ പറയുന്നതല്ല, ഈ നീതിപീഠത്തിന് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു കുറ്റമല്ല. മനസ്സ് പറയുന്നത് കേൾക്കുന്നതും ഒരു കുറ്റമല്ല. മറ്റൊരാളെ വേദനിപ്പിക്കാത്തിടത്തോളം കാലം ഭ്രാന്തമായി നടക്കുന്നത് ഒരു കുറ്റമല്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് ഞാൻ പറയും. ഇദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമറും വളരെ നന്നായിട്ടുണ്ട്. ഇദ്ദേഹം നൽകിയ മറുപടികളും വളരെ നന്നായിട്ടുണ്ട്. ഈ നീതിപീഠത്തിന് തോന്നുന്നത് എന്താണെന്നാൽ, ഇദ്ദേഹത്തിന് നേരെ കുറ്റം ആരോപിച്ചവർ അവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിന്റെ വിജയങ്ങൾ കണ്ട് അസൂയുള്ളവരാണെന്നേ പറയാൻ സാധിക്കൂ. ഇദ്ദേഹം ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആണ്, ക്രിയേറ്റിവിസ്റ്റ് ആണ്. ഈ നീതിപീഠം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നല്ലൊരു ഭാവിക്കുള്ള എല്ലാ ആശംസകളും നീതിപീഠം നേരുന്നു. മറ്റുള്ളവർക്ക് ഇദ്ദേഹം ഒരു മികച്ച മാതൃകയായി നിലകൊള്ളണം. അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കണം. താങ്കൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ജഡ്ജ് സാർ, വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി തന്ന ഈ തീരുമാനം, ഐ എം റിയലി ടച്ച്ഡ്, വെരി ടച്ച്ഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അമീർ ഖാൻ എപ്പോഴും ഇതുപോലെ കാണണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി എപ്പോഴും ആ വാശി കാണണം. അതുപോലെ നല്ല സിനിമകൾ വരണം, ധാരാളം സിനിമകൾ വരണം. അതുപോലെ തന്നെ ജനങ്ങളുടെ ആദരവ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഷോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആപ്കി അദാലത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അതിഥിയോടൊപ്പം ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് കാണുന്നതായിരിക്കും.